Good evening all of you. So, നമ്മുടെ JEE Sure Shotന്റെ ഈ വർഷത്തെ ഫൈനൽ ആയിട്ടുള്ള ഷുവർ ഷോട്ട് എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സന്തോഷ നിമിഷമാണ്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു JEE ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന വർഷമാണ് 2026. ബിക്കോസ് നിങ്ങൾ നല്ലൊരു കരിയറൊക്കെ എടുത്ത് കരിയർ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യുക, പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ പോകുന്ന വർഷമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷം എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്ന് എൻറ്റയർ ബ്രില്യൻ ടീമിൻ്റെ വക ഒരു ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. ആശംസകൾ മാത്രമല്ല, പ്രാർത്ഥനയും ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം മറക്കണ്ട, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വെക്ടർ ആൽജിബ്രയാണ്. സോ നമ്മൾ കാര്യത്തിൽ നിന്നും കടക്കാൻ പാടില്ലല്ലോ, മറികടക്കാൻ പാടില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. എനിക്ക് ഈ വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് അതിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ സിലബസാണ്. കാര്യം കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ്. അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്നൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, മിസ്സേ അതുണ്ടോ സിലബസിൽ. അപ്പം നമ്മുടെ പുതിയ JEE മെയിൻ പരീക്ഷയുടെ നമ്മുടെ 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ ആക്ച്വലി ഈ പറയുന്ന ഒരു സിലബസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. സോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെക്ടേഴ്സ് ആൻഡ് സ്കേലേഴ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. അതായത് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി, എന്താണ് സ്കേലർ ക്വാണ്ടിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ബേസിക് ഡെഫിനീഷൻസും കാര്യങ്ങളും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ്, എന്താണ് സ്കേലറും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്, മാത്തമെറ്റിക്സിൽ എങ്ങനെയാണ് ഒരു സ്കേലറും വെക്ടറും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു വെക്ടർ മാത്തമെറ്റിക്സിൽ നമ്മൾ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ NCERTയിൽ പഠിച്ചതുപോലെ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റുമായിട്ടാണ്. സോ അതൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് കാര്യങ്ങളാണ് അവർ ആദ്യത്തെ ആ ഒരു സെൻറ്റൻസിൽ സിലബസിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ദ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അഡീഷൻ ഓഫ് വെക്ടേഴ്സ് മീൻസ് അതിനകത്ത് നമ്മുടെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അങ്ങനെ ധാരാളം പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ അപ്പോൾ അത് നന്നായി നോക്കി വെക്കുക. അതായത് ഇതൊക്കെ NCERTയുടെ അതേ ഓർഡറിലാണ് കിടക്കുന്നത്. പിന്നെ മൂന്നാമത് അവർ പറയുന്നത് ആകെ കൂടി 4 കാര്യങ്ങളെ വെക്ടറിൻ്റെ സിലബസിൽ പറയുന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കമ്പോണൻസ് ഓഫ് എ വെക്ടർ ഇൻ 2 dimension ആൻഡ് 3 dimensional സ്പേസ്. ഇതിന് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് കമ്പോണൻസ്? ഈ കമ്പോണൻറ്റ് ഫോംസ് ഇല്ലേ, നമ്മുടെ വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം, അതായത് നമ്മൾ ആ ഡയറക്ഷനും കൂടി എടുത്ത് വെച്ച് എഴുതുന്ന ഒരു ഫോം ഉണ്ടല്ലോ 3 dimensional സ്പേസിൽ. A1i + A2j + A3k എന്ന് പറയുന്നതാണ് 3 dimensional സ്പേസിലെ വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ 3 ആക്സിസ് ഉണ്ട്. അപ്പോൾ 3 ആക്സിസിൻ്റെയും കൂടി ഡയറക്ഷൻ കൊടുത്ത് വേണം നമ്മൾ എഴുതാൻ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ കമ്പോണൻറ്റ് ഫോം ഓഫ് ദ വെക്ടർ. അതിനകത്ത് A1, A2, A3 എന്ന സ്കേലർ കമ്പോണൻസ് എന്നും A1i cap, A2j cap, A3k നെ നമ്മൾ വെക്ടർ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. ആ A1, A2, A3 എന്ന സ്കേലർ കമ്പോണൻസ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു പേരിൽ കൂടി അറിയുന്നു, അത് ഡയറക്ഷൻ റേഷ്യോസ് എന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 3Dയിലും പഠിക്കും. അപ്പോൾ വെക്ടറിൻ്റെ ബിഗിനിങ്ങും 3 dimensional സ്പേസിൻ്റെ 3 dimensional ജോമെട്രിയുടെ ബിഗിനിങ്ങും ഏകദേശം ഒരേപോലെയാണ്. ഡയറക്ഷൻ റേഷ്യോസ്, കൊസൈനൊക്കെ പറ്റി അറിയാമെന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ, പിന്നെ അവസാനത്തെ ഈ കാര്യം നിങ്ങൾ ഇവിടെ ആക്ച്വലി നന്നായി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതും അറിയണം കേട്ടോ, എല്ലാ കാര്യങ്ങളും അറിയണം. ഞാൻ പറഞ്ഞത് കൂടുതൽ കണ്ടന്റ് കിടക്കുന്നത് ഈ ഏരിയയിലാണ്. സ്കേലർ ആൻഡ് വെക്ടർ പ്രോഡക്റ്റ്. സ്കേലർ ആൻഡ് വെക്ടർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡോട്ട് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പിള്ളേർക്ക് സംശയം വരുന്നത്. കാര്യം NCERTയിൽ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് വരെയാണ് ഉള്ളത് അല്ലേ. ബാക്കി സ്ഥലങ്ങളിൽ നമ്മുടെ ഒരു കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അത്രയും വരെ പഠിച്ചാൽ മതിയാകും. ബട്ട് നമ്മൾ JEE മെയിൻസിലേക്ക് വരുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് വരെ മാത്രം പോരാ. അവിടെ നമ്മൾ ഓഫ് 3 വെക്ടേഴ്സ്, ഓഫ് 4 വെക്ടേഴ്സ് വരെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് അതനുസരിച്ച് വരുന്നുണ്ട്. റീസെൻ്റ്ലിയും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുവരെയെങ്കിലും പഠിക്കണം. അവിടെയാണ് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നത് ഇത് സിലബസിലില്ലല്ലോ. കാര്യം സിലബസിലില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. റീസൺ പ്രോഡക്റ്റ് ഡോട്ട് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡോട്ട് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സിനോ 3 വെക്ടേഴ്സിനോ 4 വെക്ടേഴ്സിനോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര വരെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെറ്റീരിയലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ തിയറിയും പഠിച്ചാൽ അത്യാവശ്യം വെക്ടറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ തിയറീസും നമ്മുടെ മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം നിന്നുകൊണ്ടൊന്നും ഒരു തിയറി ഒന്നും വെക്ടറിൽ ചോദിക്കത്തില്ല.
അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് തിയറി അറിയാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാര്യം കുട്ടികൾക്ക് പൊതുവേ വെക്ടർ അത്യാവശ്യം ഈസി ഉള്ളൊരു ടോപ്പിക്കാണ്. കാര്യം ഒരുപാട് കണ്ടൻസ് ഇല്ല. ഈവൻ ദോ നമുക്കുള്ള കണ്ടന്റ് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടൻസുകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിനകത്തേക്ക് നിങ്ങൾ പോയിന്റ്സ് ടു റിമെമ്പർ, ഇത്രയും കാര്യങ്ങൾ JEE മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങളുടെ കയ്യിൽ ഒരു ടൂളായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ ഡു ദ പ്രോബ്ലംസ്. ജസ്റ്റ് ഞാനതൊന്ന് ഷോർട്ട് പോയിന്റ്സുകളായിട്ടേ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദീസ് തിയറീസ് വൈൽ യു ആർ പ്രിപ്പയറിങ്. ഞാൻ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഞാൻ ഈ തിയറി ഒന്നും ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇത് ഓൾമോസ്റ്റ് ഇത്രയും ക്ലാസ്സുകളായി നിങ്ങൾ വെക്ടറിൻ്റെ എക്സാംസുകളൊക്കെ എഴുതിയിട്ടുണ്ടാകാം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് യുവർ തിയറി ഈസ് വെൽ സ്ട്രോങ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഐ ഹാവ് ടു ഗിവ് ഫ്യൂ എക്സ്ട്രാ ടിപ്സ് ഫോർ യുവർ JEE മെയിൻസ്. അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ബേസിക് ഡെഫിനീഷൻസ്, വെക്ടറിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് കമ്പോണൻറ്റ് ഫോം ഓഫ് വെക്ടർ, ആസ് ഐ ടോൾഡ് യു ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്, എന്താണ് കമ്പോണൻറ്റ് ഫോം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ x1 y1 z1 x2 y2 z2 ജോയിൻ ചെയ്താൽ എന്താണ് കമ്പോണൻറ്റ് ഫോം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ഓഫ് അല്ലേ, AB വെക്ടർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A, ആ ഒരു കൺസെപ്റ്റ് ആണ്. ദെൻ സെക്ഷൻ ഫോർമുല, ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫുൾ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും കാര്യങ്ങളും. ഇതിനകത്ത് തന്നെ മീഡിയൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ആൻഡ് കുറേ ട്രയാങ്കിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചിരിക്കണം. എനിക്ക് അവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു സജഷൻ, ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, ഒരു കൊസൈൻ ഫോർമുല പോലുള്ള കുറച്ച് ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. എസ്പെഷ്യലി ദാറ്റ് കൊസൈൻ ഫോർമുല ക്വസ്റ്റ്യൻ ചോദിക്കും. 2024-25 ട്രയാങ്കിൾ റിലേറ്റഡ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതൊക്കെ ബേസിക് നോളജ് ഓഫ് ട്രയാങ്കിൾ നന്നായിട്ട് അറിയണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ. അതിൽ നിങ്ങൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സെൻട്രോയിഡ്, ഓർത്തോസെൻറ്റർ, സർക്കംസെൻറ്റർ, ഇൻസെൻറ്റർ പോലുള്ള കൺസെപ്റ്റുകൾ നന്നായി അറിഞ്ഞിരിക്കണം. കാര്യം ഓൾറെഡി നിങ്ങൾ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഈ കൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്, അറിയാം. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ. അവിടെ വെക്ടറിൻ്റെ ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ അവിടെ സൈഡിനെ AB എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ അത് മോഡുലസ് AB വെക്ടർ ആവും. വെക്ടറിൻ്റെ ലെങ്ത് ആണല്ലോ എൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ആ ജസ്റ്റ് തിയറീസ് ഒന്നും വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ആ ഐഡിയാസ് എന്തായാലും നന്നായിട്ട് വേണം. ഇവിടെയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് നന്നായിട്ട് അറിയണം. ലോ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അറ്റ് ദ സെയിം ടൈം പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് യു മസ്റ്റ് നോ. ഒക്കെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടൊക്കെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ട്രയാങ്കിൾ പഠിക്കുന്നതുകൊണ്ട് അത് വലിയ വിഷയമുള്ള കേസില്ല. ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കമ്പോണൻറ്റ് ഫോമിലിരിക്കുന്ന വെക്ടറിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്, പിന്നെ സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ, കൊളീനിയാരിറ്റി എന്താണ്, കൊളീനിയാരിറ്റിയുടെ കണ്ടീഷൻ എന്താണ്, 2 വെക്ടർ പാരലൽ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, 2 വെക്ടർ പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. NCERT-ലുള്ളതുപോലെ തന്നെ അതൊക്കെ ഒന്ന് നോക്കി പോവാം. ദെൻ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്, ഇവിടെയാണ് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് ഈ കിടക്കുന്ന സാധനം സ്കേലാർ പ്രോഡക്റ്റ് ആൻഡ് ഈ കിടക്കുന്ന സാധനം വെക്ടർ പ്രോഡക്റ്റ്. ഓക്കെ, ഈ 2 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് എംഫസൈസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 4 വെക്ടേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്കേലാർ പ്രോഡക്റ്റ്, എന്താണ് വെക്ടർ പ്രോഡക്റ്റ്, അതിൻ്റെ ഡെഫിനീഷൻ ആൻഡ് ഇത്രയും വെക്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇതൊക്കെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് നന്നായിട്ട് അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇല്ലെങ്കിലും ചെയ്യാം, ബട്ട് സമയം കൂടുതലെടുക്കും. ഇഫ് യു നോ ദ പ്രോപ്പർട്ടീസ് വി ക്യാൻ ഡു ദ പ്രോബ്ലം ക്വിക്ക്ലി. അപ്പോൾ അതാണ് പ്രോപ്പർട്ടീസിൻ്റെ ഗുണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസ് നോക്കി വെക്കുക. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം, മീൻസ് ഏത് പ്രോപ്പർട്ടിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഒക്കെ പറയുമ്പോൾ ബോക്സ് പ്രോഡക്റ്റിൻ്റെ പല പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നില്ലേ? ബോക്സ് പ്രോഡക്റ്റിൽ 2 എലിമെൻറ്റ് സെയിം ആണെങ്കിൽ 0 എന്നുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ, കുറച്ച് പ്രോപ്പർട്ടീസ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എനിക്കിവിടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ് 4 വെക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് നിങ്ങൾ NCERT-ൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ 2 വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്? അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A.B ആണെന്നും ഇതിൻ്റെ ഡെഫിനീഷൻ മോഡ് A മോഡ് B കോസ് തീറ്റയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഇവിടെ A.B സൈൻ ക്യാൻ ബി ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട. JEE മെയിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ 3 പോയിന്റുകൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. A.B ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് A.B ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് A.B ക്യാൻ ബി 0 ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ.
ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് കോസ് തീറ്റ. കോസ് തീറ്റ പ്ലസ് ആകാം മൈനസ് ആകാം. കാര്യം തീറ്റ അക്യൂട്ട് ആകുമ്പോൾ പ്ലസ് ആകും, തീറ്റ ഒപ്റ്റ്യൂസ് ആകുമ്പോൾ നെഗറ്റീവ് ആകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എംഫസൈസ് ചെയ്ത് എഴുതും ഇഫ് തീറ്റ ഈസ് അക്യൂട്ട് ആൻഡ് ഇഫ് തീറ്റ ഈസ് ഒപ്റ്റ്യൂസ് ആൻഡ് ഇഫ് തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ കാര്യം 2024 വെക്ടറും ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഞാൻ അവിടെ ഒന്നുകൂടി പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ത്രീ വെക്ടേഴ്സ് ജസ്റ്റ് ആ ഫോർമുലാസ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ ഫോർ ഡൂയിങ് ദ പ്രോബ്ലംസ്. ഓഫ് ത്രീ വെക്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ ഡോട്ട് ബി ക്രോസ് സി, ഇല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിലും പറയാം എനിക്ക് ബി ക്രോസ് സി ഡോട്ട് എ. കാര്യം ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് മറിച്ചും തിരിച്ചൊക്കെ എഴുതിയാലും വിഷയമൊന്നുമില്ല. ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? STP, സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഇതെന്താണെന്നുള്ളതും ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോം എന്താണെന്നുള്ളതും ഒക്കെ ഡിറ്റർമിനൻറ്റിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയാം. A1 A2 A3 B1 B2 B3 ആൻഡ് C1 C2 C3. ഈ A1 A2 A3 വെക്ടർ എയുടെ ഡയറക്ഷൻ സ്കേലർ കമ്പോണൻറ്റ് ഡയറക്ഷൻ റേഷ്യോസ്, B1 B2 B3 വെക്ടർ ബിയുടെ സ്കേലർ കമ്പോണൻസ് ഓർ ഡയറക്ഷൻ റേഷ്യോസ്, വെക്ടർ സിയുടെ സ്കേലർ കമ്പോണൻസ് ഓർ ഡയറക്ഷൻ റേഷ്യോസ് ആണ് C1 C2 C3. ഓക്കെ, അപ്പോൾ ഓഫ് ത്രീ വെക്ടേഴ്സും എടുത്തു. ഇനി നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല സ്ഥലങ്ങളിലും ഒരു പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ടാവാം. സോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് STP, സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഓഫ് ഫോർ വെക്ടേഴ്സ് ആണ്. ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം, കാര്യം 2025 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓഫ് ഫോർ വെക്ടേഴ്സ്. ഓക്കെ, ഓഫ് ഫോർ വെക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനീഷൻ ഇതാണ്: എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി. ഇനിയാണ് നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോർ വെക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ വെക്ടേഴ്സ് നമുക്ക് എവിടെ എഴുതാം? ഇപ്പോൾ എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ടൈപ്പിൽ ഡെഫിനീഷൻസ് ഒക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ അതിൻ്റെ ഡെഫിനീഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്: എ ഡോട്ട് ബി ക്രോസ് സി ക്രോസ് ഡി എന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ. എ ഡോട്ട് ബി ക്രോസ് സി ക്രോസ് ഡി എന്ന് എഴുതിയാൽ മതിയാവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിറ്റർമിനൻ്റ് ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതാം: എ ഡോട്ട് സി, ഈ ഫസ്റ്റ് എലിമെൻറ്റിന് ഇതുമായിട്ട് ഡോട്ട് എടുക്കുക, ആൻഡ് എ ഡോട്ട് ഡി, ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ ഡി ആയിട്ട് ഡോട്ട് എടുക്കുക, എ ഡോട്ട് ഡി. അല്ലെങ്കിൽ ബി ഡോട്ട് സി ബി ഡോട്ട് ഡി സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഫോമിൽ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, ഒരു പക്ഷേ പല രീതിയിൽ ചിലപ്പോൾ ഫോമിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഫോം, അത്യാവശ്യം എളുപ്പമുള്ള രണ്ട് ഫോം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഓൾറെഡി നിങ്ങൾ NCERTയിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്രോസ് ബി എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരേണ്ടതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ബിക്കോസ് ഇതിൻ്റെ വേറൊരു നെയിം വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്നാണ്. വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടേണ്ടത് വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. സോ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ ഒരു എൻ ക്യാപ്പ് എന്ന് പറയും. ഈ എൻ ക്യാപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ എയും ബിയും എ ക്രോസ് ബി എൻ ക്യാപ്പും തമ്മിൽ എന്തുണ്ട്? സോറി, എയും ബിയും എൻ ക്യാപ്പും ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ആണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു റിസൾട്ട് ഉണ്ട്, മോഡ് എ ക്രോസ് ബി എന്നുള്ളത്. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എന്നുള്ളതാണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല, ഇതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഓഫ് ത്രീ വെക്ടേഴ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓഫ് ത്രീ വെക്ടേഴ്സ് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ത്രീ വെക്ടേഴ്സ് എ ക്രോസ് ബി ക്രോസ് സി, അല്ലെങ്കിൽ എ ക്രോസ് ബി ക്രോസ് സി എന്ന് വേണമെങ്കിലും പറയാം. രണ്ട് തരത്തിലും ഡെഫിനീഷൻ പറയാം. ഇതിനകത്ത് എൻ്റെ ഡെഫിനീഷൻ എ ക്രോസ് ബി ക്രോസ് സിയുടെ ഡെഫിനീഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. ഈ കിടക്കുന്ന വെക്ടറിനെ ഈ എക്സ്ട്രീമുമായിട്ട് ഡോട്ട് എടുക്കുക, എ ഡോട്ട് സി, ബാക്കി മിച്ചം വരുന്ന വെക്ടറുമായിട്ട് ഇൻറ്റു ചെയ്യുക, മൈനസ്
ഇവനെ ഇവനുമായിട്ട് ഡോട്ട് എടുക്കുക, എ ഡോട്ട് ബി മിച്ചം വരുന്ന വെക്ടറുമായിട്ട് ഇൻറ്റു ചെയ്യുക. സോ വെക്ടർ സി. ഇതാണ് ഇതിൻ്റെ ഡെഫിനീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനീഷൻ വേണമെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് എഴുതാം. ഓർ എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാലും വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോഴും ഡെഫിനേഷൻ ഇത് തന്നെയാണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് പുറത്ത് കിടക്കുന്ന വെക്ടറിനെ ആദ്യം ആ അങ്ങേയറ്റത്തെ എക്സ്ട്രീമുമായിട്ട് ഡോട്ട് എടുക്കുക. അപ്പോൾ സി ഡോട്ട് എ ബാക്കി മിച്ചം വരുന്ന വെക്ടറുമായിട്ട് ഇൻറ്റു ചെയ്യുക, മൈനസ് സി ഡോട്ട് ബി ഇൻറ്റു വെക്ടർ എ. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഡെഫിനീഷൻ പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ഓക്കെ. സോ അപ്പോൾ അടുത്തത് വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 4 വെക്ടേഴ്സ്. വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 4 വെക്ടേഴ്സ്. വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 4 വെക്ടേഴ്സ്. സോ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് ബി ക്രോസ് സി ക്രോസ് ഡി എന്നുള്ളതാണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇത് ബോക്സ് പ്രോഡക്റ്റിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഈ എ ബി എന്ന് പറയുന്ന ആളെ എ ബി ഈ എക്സ്ട്രീമുമായിട്ട് ഈ കിടക്കുന്ന ഫുൾ ബ്രാക്കറ്റിന് ഈ എക്സ്ട്രീമുമായിട്ടുള്ള ആളുമായിട്ട് ബോക്സ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ എ ബി ഡി ഇൻറ്റു സി മൈനസ് എ ബി സി ഇൻറ്റു ഡി. ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് 4 വെക്ടേഴ്സിൻ്റെ ഡെഫിനീഷൻ. ഓക്കെ, സോ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരുള്ളൂ. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ സ്കേലാർ പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ സിഗ്നിഫിക്കൻസ്, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ അനദർ വെക്ടർ, അത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒരു ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഈ സിഗ്നിഫിക്കൻസ് ആണ്. അതേപോലെ വെക്ടർ പ്രോഡക്റ്റിൻ്റെ നമ്മൾ ജോമെട്രിക്കലി പറയുമ്പോൾ വി ആർ അസോസിയേറ്റിംഗ് ഇറ്റ് വിത്ത് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ വെക്ടർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ ഏരിയ ഓഫ് പൊളിഗൻസ് ലൈക്ക് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ കണ്ടുപിടിക്കാൻ ആക്ച്വലി നമ്മളതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങളും കൂടി നിങ്ങൾ മറക്കരുത്. ബിക്കോസ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ വെച്ചുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് 2 വർഷങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ. ആൻഡ് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് ദി ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, സോ അത് നമ്മൾ NCERT-യിലും പിന്നെ നമ്മുടെ ബാക്കി വേറെ പല ഫോർമുലാസും, ഡയഗണൽ തന്നാൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം, അഡ്ജസൻറ്റ് സൈഡ് തന്നാൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം, പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, ഇതെല്ലാം നിങ്ങൾ വെൽ വേഴ്സ്ഡ് ആണ്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം തിയറീസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത്രയും തിയറി അത്യാവശ്യം ഞാൻ പറഞ്ഞ ഒരു റൂട്ട് മാത്രമാണ്, ഞാൻ തിയറി ഒന്നും അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഐ ഹാവ് ഗിവൺ എ റൂട്ട് ഫോർ യുവർ പ്രിപ്പറേഷൻ കേട്ടോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ളതാണ്. മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, സോ എന്തായാലും ഈ ഒരു റൂട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ദെൻ വെൽ യു ആർ പ്രിപ്പയറിങ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ലെറ്റ് സി ബി ദ projection vector of B on the vector A is equal to I cap plus 2j cap plus 2k cap. If mod of A plus C equal to 7, then the area of the parallelogram formed by the vectors vector B and vector C is. ഞാൻ പൊതുവേ വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട്, മിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് മിസ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ചില ക്വസ്റ്റ്യനിൽ തുടക്കം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഞാൻ എപ്പോഴും വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, എന്ത് കണ്ടുപിടിക്കണം എന്നാദ്യം, അതായത് ബാക്ക് നിന്ന് ഫ്രണ്ടിലേക്ക് റീഡ് ചെയ്യും. ശരിക്കും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഒരു ആൾജിബ്ര പോലുള്ളതിലൊക്കെ നമ്മൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഗിവൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, റിവേഴ്സ് പ്രോസസ് നോക്കണം. വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ് എന്താണ് വെക്ടർ ബി ആൻഡ് വെക്ടർ സി. അപ്പോൾ ഒബിയസ്ലി നമുക്ക് ഐഡിയ ഉണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം വേണമെങ്കിൽ അറിയാം. ഫോർമുല എന്താണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ നിങ്ങളോട്. ജോമെട്രിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദി വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ? ഏരിയ ഓഫ് പാരലോഗ്രാമും ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ദ പാരലോഗ്രാം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ 2 വെക്ടേഴ്സ് വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ദെൻ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ മോഡുലസ് ഓഫ് ബി ക്രോസ് സി ആണ്.
ഇനി ഞാൻ വീണ്ടും ബാക്കോട്ട് നോക്കും. മോഡ് ബി ക്രോസ് സി കണ്ടുപിടിക്കണമെങ്കിൽ മോഡ് ബി ക്രോസ് സി ഇൻ ദ സെൻസ് ലെങ്ത് ഓഫ് ദ വെക്ടർ ബി ക്രോസ് സി എന്നുള്ളതാണ് അല്ലേ. ബി ക്രോസ് സി കണ്ടുപിടിക്കാൻ ബിയും സിയും ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഞാൻ ബിയിലേക്ക് നോക്കിയപ്പോൾ ലാംഡ ഐ പ്ലസ് 4k അപ്പം എന്താണ് കൊടുത്തിരിക്കുന്നത്. ലാംഡ നമുക്ക് പണിയുണ്ടാക്കി. ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ ബി വെക്ടർ നോൺ ആക്കണമെങ്കിൽ ലാംഡ കണ്ടുപിടിക്കണം. ഇനി അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എവിടെയാണ് സി വെക്ടർ? ഇതേ കിടക്കുന്നു. സി വെക്ടറിനെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സി വെക്ടറിനെ കുറിച്ച് ഇനീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരിട്ടിട്ടുണ്ട്. സി ബി ദ പ്രൊജക്ഷൻ വെക്ടർ. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. സി വെക്ടർ ഇസ് ദ പ്രൊജക്ഷൻ വെക്ടർ. പ്രൊജക്ഷനും ഉണ്ട്, പ്രൊജക്ഷൻ വെക്ടറും ഉണ്ട്. വാട്ട് മേക്സ് ദ ഡിഫറൻസ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കാര്യം ഈ ക്വസ്റ്റ്യനിൽ തന്നെ അത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ ആക്ച്വലി പഠിക്കുന്നത് ഒരു വെക്ടർ പ്രൊജക്ഷൻ ഓൺ ദ അനദർ വെക്ടർ ഫോർമുല എന്താണ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് വൺ വെക്ടർ ഓവർ ദ അതർ വെക്ടർ മീൻസ് ഈ ലെങ്തിനെയാണ് ആക്ച്വലി നമ്മൾ പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. ഇത് നിങ്ങൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരിവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് പ്രൊജക്ഷൻ. ദി വർ ആസ്കിങ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊജക്ഷൻ വെക്ടർ. അപ്പോൾ ഈ കിടക്കുന്നത് ലെങ്ത് ആണ്, അതാണ് പ്രൊജക്ഷൻ. ബട്ട് ഇത് വാല്യൂ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊരു സ്കാലാർ, ഇതൊരു സ്കാലാർ, സ്കാലാർ ബൈ സ്കാലാർ, സ്കാലാർ. ഓക്കെ, അപ്പോൾ ഇതൊരു വാല്യൂ ആണ്. ബട്ട് പ്രൊജക്ഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്കേലാറിൻ്റെ കൂടെ ഒരു ഡയറക്ഷനും കൂടി ഇൻഡു ചെയ്താലേ അത് വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ബിക്കോസ് വി നോ ദ ഡെഫിനേഷൻ ഓഫ് ദ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാഗ്നിറ്റ്യൂഡിനെ ഒരു ഡയറക്ഷൻ ഇൻഡു ചെയ്യുമ്പോഴേ അത് വെക്ടറായിട്ട് മാറുള്ളൂ. ദിസ് ഈസ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഈ കിടക്കുന്ന ആള് ഇതാണ് ആ ക്വാണ്ടിറ്റി. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ബിയുടെ ഡയറക്ഷൻ. വെക്ടർ ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപ്, ബി ക്യാപ്. അപ്പോൾ ആ പ്രൊജക്ഷനെ അതിൻ്റെ ഡയറക്ഷൻ കൊണ്ട് ഓൺ ഏത് വെക്ടറാണോ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വി വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡയറക്ഷൻ കൊടുത്താൽ ഇത് പ്രൊജക്ഷൻ എന്നുള്ളത് പ്രൊജക്ഷൻ വെക്ടറായിട്ട് മാറും. അപ്പോൾ ഇത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി മാറിയിട്ട് പ്രൊജക്ഷൻ വെക്ടർ ഓഫ് എ ഓൺ ബി എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ബൈ മോഡ് ബി ഇൻറ്റു എന്ത് വരും? വെക്ടർ ബി ബൈ മോഡ് ബി. കാര്യം ബി ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ദാറ്റ് ഈസ് വെക്ടർ, യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു തിയറി ഇവിടെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കാം. ബട്ട് ഞാൻ ജസ്റ്റ് ആ വ്യത്യാസം എന്താണ് പ്രൊജക്ഷനും പ്രൊജക്ഷൻ വെക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സി വെക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സി വെക്ടർ എന്ന് പറയുന്നത് ലെറ്റ് വെക്ടർ സി വെക്ടർ ഇസ് ഈക്വൽ ടു പ്രൊജക്ഷൻ വെക്ടർ ഓഫ് ബി ഓൺ ദ വെക്ടർ. അപ്പോൾ എ, അപ്പോൾ ബി ഡോട്ട് എ ബൈ മോഡ് എ. ഓൺ ദ വെക്ടർ എ ആണ്, ബട്ട് ഡയറക്ഷൻ ഓഫ് എ വെക്ടർ കൂടി കൊടുക്കണം. അപ്പോൾ എ ക്യാപ്. സോ സി വെക്ടർ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ബൈ മോഡ് എ ഇൻറ്റു വെക്ടർ എ ബൈ മോഡ് എ. അപ്പോൾ നമ്മുടെ സി വെക്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് വെക്ടർ സി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഇൻറ്റു വെക്ടർ എ ബൈ മോഡ് എ ഇൻറ്റു മോഡ് എയുടെ സ്ക്വയർ. ഇനി നമുക്ക് സി വെക്ടറിനെ കുറിച്ച് എഴുതാം. ദാറ്റ് ഈസ് സി വെക്ടർ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ബിയും എയും തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ലാംഡ ഐ പ്ലസ് 4k ക്യാപ് ഡോട്ട് ഹൈ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 2k ക്യാപ്. കമ്പോണൻറ്റ് ഫോമിലിരിക്കുന്ന വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നോടൊരു കുറച്ച് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിട്ടുപോയതാണ്, ബട്ട് ഞാൻ അതിന് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാം. വെക്ടർ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെവർ, എപ്പോഴും അങ്ങനെയല്ല. ബട്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ അല്ല, ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഒരു ടോപ്പിക്കിലും. വെക്ടേഴ്സിൽ
ചില ഷിഫ്റ്റുകളിൽ നല്ല ലെവൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ബട്ട് നമുക്ക് ഓൺ ദ ആവറേജ് പറയുമ്പോൾ ഒരു സേഫ് ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് വെക്ടറും 3D ഒക്കെ കേട്ടോ. പഠിച്ചാൽ ആ പഠിച്ചെടുത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോകുന്ന കേസുകളൊക്കെ വരാറുണ്ട്, ഒരുപാട് തിയറി ഡെപ്തിലേക്ക് പോകും. ബട്ട് വെക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്, നമുക്കത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുന്നൊരു ഉറപ്പുണ്ടാവും വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അതിനാണ് PYQ ചെയ്ത് പഠിക്കണം എന്നൊക്കെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും യു ലുക്ക് അറ്റ് ദ PYQ ആൻഡ് ഗെറ്റ് ഐഡിയ ഫ്രം ദാറ്റ് കേട്ടോ. കാര്യം PYQ വിൽ ഗിവ് യു ദ ഐഡിയ ഓഫ് ദാറ്റ് ബിഹേവിയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്സാം. ആ ഒരു ഈച്ച് ടോപ്പിക്കിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതിയാകും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ലെങ്തി ആണല്ലോ. പക്ഷേ എല്ലാ ഷിഫ്റ്റിലും അങ്ങനെയല്ല മക്കളെ, എല്ലാ ഷിഫ്റ്റിലും അങ്ങനെയല്ല. ഒരു ഷിഫ്റ്റിൽ ഡിഫിക്കൽട്ട് ആണെങ്കിൽ മറ്റേ ഷിഫ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ വെക്ടർ സീനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇപ്പോൾ ബി ഡോട്ട് എ കണ്ടുപിടിക്കണം. കമ്പോണൻറ്റ് ഫോമിലിരിക്കുന്ന 2 വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇസ് വെരി ഈസി. ദാറ്റ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ലാംഡ ഇൻറ്റു 1, ദാറ്റ് ഈസ് ലാംഡ. ഇവിടെ ജെ കമ്പോണൻറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് 0, ഇത് 4 × 2 8 വരും. അപ്പോൾ ബി ഡോട്ട് എ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 8 വരും ഇൻറ്റു വെക്ടർ എ. വെക്ടർ എ എന്ന് പറയുന്നത് i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഓക്കെ, ഞാൻ അവിടെ അങ്ങനെ തന്നെ ഇട്ട് വെക്കുവാണ്. 2j ക്യാപ് പ്ലസ് 2k ക്യാപ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടില്ലാതെ പറഞ്ഞാൽ മതി. 2² + 2² + 1 ദാറ്റ് ഇസ് 9. അപ്പോൾ ഇതാണ് എൻ്റെ വെക്ടർ സിയുടെ ഫോം. വെക്ടർ സി ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 8/9 ഒരു നമ്പറാണ്. അതിനെ ഈ വെക്ടർ വെച്ച് ഇൻറ്റു ചെയ്യണം, എ വെക്ടർ വെച്ച് ഇൻറ്റു ചെയ്യണം, 2j + 2k ക്യാപ്. അപ്പോൾ ഈ സി കിട്ടാൻ വേണ്ടി ലാംഡ കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ലാംഡയാണ്. ലാംഡ അറിഞ്ഞാൽ ബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, സി വെക്ടറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ ഒരു ബോക്സിലിട്ട് വെക്കാം. ബിക്കോസ് നമുക്ക് ഇവനിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. കാര്യം സി വെക്ടർ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കണം, ലാംഡ കിട്ടിയാലേ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുള്ളൂ. ലാംഡ കിട്ടാൻ എന്താ ക്ലൂ? ദേ കിടക്കുന്നു. ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ അവർ ഈ ക്വസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്താ അത്? മോഡുലസ് ഓഫ് a + c = 7 ആണ്. അപ്പോൾ എന്താ ഈ a + c? ജസ്റ്റ് ഞാൻ ആ a + c എന്ന് പറയുന്ന വെക്ടർ ഒന്ന് എഴുതി നോക്കുകയാണ്. സി വെക്ടറിൻ്റെ ഫോം നമുക്കിവിടെ ഓൾറെഡി അറിയാമല്ലോ. എന്താ അത്? ബി ഡോട്ട് എ ബൈ മോഡ് എ ഇൻറ്റു എ ക്യാപ്. ഇതാണ് സി വെക്ടർ. അപ്പോൾ a + b ഡോട്ട് എ ബൈ മോഡ് എ സ്ക്വയർ ഇൻറ്റു എ വെക്ടർ. അപ്പോൾ ഇതിനകത്ത് എ വെക്ടർ കോമൺ ആണ്. ദാറ്റ് ഈസ് എ വെക്ടർ കോമൺ ആയപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചു. ബി ഡോട്ട് എ ബൈ മോഡ് എ സ്ക്വയർ. ബി ഡോട്ട് എ ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ലാംഡ പ്ലസ് 8. ഓക്കെ, സോ ലാംഡ പ്ലസ് 8, മോഡ് എ സ്ക്വയർ എഴുതിയിട്ടുണ്ട് 9. ഓക്കെ, സോ അപ്പോൾ ദാറ്റ് ഈസ് വെക്ടർ എ ലാംഡ പ്ലസ് 17/9 എന്നുള്ളതാണ് നമ്മുടെ a + c. അങ്ങനെയാണെങ്കിൽ മോഡ് a + c, മോഡ് a + c എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന വെക്ടറിൻ്റെ മോഡുലസ്. ഈ കിടക്കുന്ന വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് ലാംഡ പ്ലസ് 17/9. ഓക്കെ, സോ ഈ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം, ദാറ്റ് ഈസ് √9 ആണ്. √9 എന്ന് പറയുമ്പോൾ 3 വരും. 3 ഇൻറ്റു ലാംഡ പ്ലസ് 17/9 മോഡുലസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ക്വയർ ചെയ്താൽ മോഡുലസ് പോവും. മോഡ് a + c അവർ 7 ആണ് തന്നിട്ടുമുണ്ട്. സോ അപ്പോൾ 2 സൈഡിലും ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്താൽ 49 ഇൻറ്റു ഈ 3ഉം 9ഉം കട്ട് ചെയ്ത് പോകും. അപ്പോൾ ലാംഡ പ്ലസ് 17 ദ ഹോൾ സ്ക്വയർ. 3ഉം 9ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 × 49 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാംഡ പ്ലസ് 17 എന്ന് പറയുമ്പോൾ ±√9 × 49 എന്ന് എടുക്കാം. ബട്ട് ലാംഡ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം എടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് ലാംഡ പ്ലസ് ആണെന്നുള്ളത്. സോ അപ്പോൾ ഇത് എളുപ്പമാണ്. √9 × 49 3 × 7 എന്ന് വരും. സോ ലാംഡ പ്ലസ് 17 എന്ന് പറയുന്നത് 21 ആണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലാംഡ കിട്ടി, ദാറ്റ് ഈസ് 4. ഓക്കെ, ഇത് കുറച്ച് ചെയ്യാനുണ്ട്. ബട്ട് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി, നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു. കാര്യം ബി കിട്ടും, ഇനി സി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സി വെക്ടർ തന്നെ എഴുതിയേക്കാം. വെക്ടർ സി ഈക്വൽ ടു ലാംഡയുടെ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുത്തു. 8 + 4 12/9. 12/9 എന്ന് പറയുമ്പോൾ
4/3 അല്ലേ? 4/3 ഇൻറ്റു I cap പ്ലസ് 2j cap പ്ലസ് 2k cap ആണ്. ദാറ്റ് ഈസ് C വെക്ടർ ഈക്വൽ ടു 4/3 I cap പ്ലസ് 8/3 j cap പ്ലസ് 8/3 k cap. വെക്ടർ C ആയി കഴിഞ്ഞു. ഇനി ഇതേപോലെ വെക്ടർ ബി ലാംഡയുടെ പ്ലേസിൽ കൊണ്ടുവന്ന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4i പ്ലസ് 4k എന്ന് വരും. ബി വെക്ടർ ഇസ് ഈക്വൽ ടു 4i പ്ലസ് 4k. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ സംഗതി തീർന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബി ക്രോസ് സി കണ്ടുപിടിക്കാം, അതിൻ്റെ മോഡുലസ് എടുക്കാം. അതായിരിക്കും പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ തന്നെ ചെയ്ത് കാണിക്കാം. ഇത്രയും ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബി ക്രോസ് സി കണ്ടുപിടിക്കാം. ഈ രണ്ട് വെക്ടറിൻ്റെയും കൂടി ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ബി ക്രോസ് സി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഫോം, ബിക്കോസ് വെക്ടേഴ്സ് കമ്പോണൻറ്റ് ഫോമിലായതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഫോമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ഇറ്റ്? That is I cap, j cap, k cap. B വെക്ടറിൻ്റെത് കമ്പോണൻസ് 4, j കമ്പോണൻ്റ് ഇല്ലാത്തതുകൊണ്ട് 0, 4. ഇത് 4/3, 8/3, 8/3, 8/3. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് I cap ഇൻറ്റു -32/3 മൈനസ് j cap ഇൻറ്റു 32/3 മൈനസ് 16/3, ദാറ്റ് ഈസ് 16/3 പ്ലസ് k cap ഇൻറ്റു 32/3. സോ ഇതാണ് നമ്മുടെ ബി ക്രോസ് സി. ഇപ്പോൾ മോഡ് ബി ക്രോസ് സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 32/3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 32 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് 32 സ്ക്വയർ ബൈ 9. സ്ക്വയർ റൂട്ടിനകത്തുനിന്ന് 9 പുറത്തേക്ക് വരുമ്പോൾ അത് 3 ആയി. സോ ദാറ്റ് ഈസ് 3. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 32 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ആണ്, പ്ലസ് 16 സ്ക്വയർ ആണ്, പ്ലസ് 16 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ആണ് 32 സ്ക്വയർ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ്. എല്ലാ ടേമിൽ നിന്ന് ഒരു 16 സ്ക്വയർ പുറത്തേക്ക് വരുമ്പോൾ അത് 16 ആയി. അപ്പോൾ 16/3 ഇൻറ്റു റൂട്ടിനകത്ത് 2 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 സ്ക്വയർ. ഇത് റൂട്ട് 9, അത് 3 ആയി. ആ 3 കൂടെ കട്ട് ചെയ്ത് പോയി 16 ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏരിയ ഓഫ് ദി പാരലോഗ്രാം വന്നിട്ട് 16 സ്ക്വയർ യൂണിറ്റ് എന്നാണ്. ആക്ച്വലി ഞാൻ എവിടെയോ കമൻറ്റ് വായിച്ചപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ ആൻസർ 16 അല്ലേ മിസ്സേ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ 16 ആണ്. ബട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ അതിലേക്ക് എത്തുള്ളൂ എന്ന് കരുതി നിങ്ങളിത് ലെങ്തി എന്നൊന്നും വിചാരിക്കരുത്. JEE മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്യുന്നത് ഒരു ലെങ്തി പ്രോസസ് ഒന്നുമല്ല. കണ്ടൻറ്റ് ഇഫ് യുവർ കണ്ടൻറ്റ് ഇസ് സ്ട്രോങ് നിങ്ങൾക്ക് അത് സ്പീഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ഞങ്ങളേലും സ്പീഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ കൂടുതൽ സ്പീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മാറിക്കോളും. ഇത് കുറച്ചുകൂടി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതും 2025 ചോദിച്ചാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ സെൻട്രോയിഡ്, ഓർത്തോ സെൻറ്റർ, സർക്കം സെൻറ്റർ, ഇൻസെൻറ്റർ പഠിക്കുമ്പോൾ ഇവരെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന കുറച്ച് റിസൾട്ടുകളും കുറച്ച് റേഷ്യോസും, സെൻട്രോയിഡ് ഡിവൈഡ്സ് ഓർത്തോ സെൻറ്റർ ആൻഡ് സർക്കം സെൻറ്ററിൻ്റെ റേഷ്യോ 2:1, ആ റേഷ്യോകളൊക്കെ നന്നായി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ അവിടെ പഠിച്ചാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ വെക്ടറിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണല്ലോ JEEയുടെ ഒരു നേച്ചർ. അപ്പോൾ അത് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഈവൻ ദോ വെക്ടറും ക്വാഡ്രാറ്റിക്കും കണക്ട് ചെയ്ത് ചോദിക്കാം, വെക്ടറും കോർഡിനേറ്റ് ജോമെട്രിയും കണക്ട് ചെയ്ത് ചോദിക്കാം. എസ്പെഷ്യലി ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് അത് ഒരു യൂഷ്വൽ ടെൻഡൻസിയാണത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻസൊക്കെ PYQ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെപ്പറ്റീഷൻ ഉണ്ട്, കൺസെപ്റ്റ് റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കൺസെപ്റ്റ് റെപ്പറ്റീഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് 2019 ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലേറെ രസകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ 2025 ചോദിച്ചത് കണ്ടോ. ഇത്രയും വർഷത്തെ ഗ്യാപ്പിൽ അത് വീണ്ടും റിപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവാം. ലെറ്റ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ 3 വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ബി. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആർ ഗിവൺ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ട്രയാങ്കിൾ. ഞാൻ ആ ട്രയാങ്കിളിനെ ഒന്ന് ABC എന്ന് വിളിക്കട്ടെ. സോ ഈ എയുടെയും ബിയുടെയും സിയുടെയും വെർട്ടെക്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ഇസ് ഗിവൺ. ദാറ്റ് ഈസ് 4p vector plus q vector minus 3r vector. Okay, and vector b ide vertex b ide position vector is given as minus 5p vector plus q vector plus 2r vector, and c എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ പൊസിഷൻ വെക്ടർ വന്നിട്ട് 2p vector minus q vector plus 2r vector എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ആണ് ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം. ഇനി നമുക്ക്
അടുത്ത സെന്റൻസിൽ അവർ എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇഫ് ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ ഓർത്തോ സെന്റർ ആൻഡ് ദ സർക്കം സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, നേരെ വെർട്ടക്സ് വന്നിട്ട് അവർ ഓർത്തോ സെന്ററും സർക്കം സെന്ററിലേക്ക് പോയി. യൂഷ്വലി നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയുന്ന ലെറ്ററിനെ എച്ച് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒ എച്ച് വെക്ടർ എന്ന് എടുക്കാം. ഓർത്തോ സെന്ററിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് പി വെക്ടർ പ്ലസ് ക്യൂ വെക്ടർ പ്ലസ് ആർ വെക്ടർ ബൈ 4. സർക്കം സെന്ററിനെ യൂഷ്വലി എസ് വെക്ടർ എന്നാണ് പറയുന്നത്. സോ ദ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആൽഫ പി വെക്ടർ പ്ലസ് ബീറ്റ ക്യൂ വെക്ടർ പ്ലസ് ഗാമ ആർ വെക്ടർ. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നു. നമ്മൾ വായിക്കുന്ന അനുസരിച്ച് മാർക്ക് ചെയ്ത് പോയാൽ സോർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുള്ളൂ. ആൽഫയും ബീറ്റയും ഗാമയും കിടക്കുന്നത് സർക്കം സെൻറ്ററിൻ്റെ ഈ കമ്പോണൻസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ എന്താണ് വകുപ്പ് എന്ന് നോക്കാം. ഈ 3 വെർട്ടെക്സ് അറിയാമെങ്കിൽ ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് വേറൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു നോ ദ പൊസിഷൻ വെക്ടർ ഓഫ് ദി ഓൾ ദ വെർട്ടെക്സ് അല്ലേ. സോ അതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, ഈ മിസ് എന്തിനാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്? ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും അല്ലേ തന്നിരിക്കണേ, പിന്നെ മിസ് എന്തിനാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്? സെൻട്രോയിഡിൻ്റെ ആവശ്യം എന്താ ഇവിടെ? സെൻട്രോയിഡ് എന്തിനാണ് മിസ് മിൻ്റെ എന്ന് വിചാരിക്കും. അതിനാണ് നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ പഠിച്ചിട്ടുള്ളൊരു റിസൾട്ട് അറിയാവുന്ന ആൾക്കേ അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കാര്യം ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും സെൻട്രോയിഡും തമ്മിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കുന്നുണ്ട് കോർഡിനേറ്റ് ജിയോമെട്രിയിൽ. ഇവരിങ്ങനെയായിരിക്കും കിടക്കുന്നത്. നമ്മുടെ മാത്തമെറ്റിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഓൾവേസ് ദേ ആർ കൊളീനിയർ. ആൻഡ് വേറൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, HGS. ഓർത്തോ സെൻറ്ററിനെ സംടൈംസ് O എന്നും പറയാറുണ്ട് കേട്ടോ. HGS ദേ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് ദ ഓർത്തോ സെൻറ്റർ ആൻഡ് സർക്കം സെൻറ്റർ ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ആഹാ, ഇതെഴുതിയപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം. കാര്യം ഈ ഒരൊറ്റ പ്രോപ്പർട്ടി കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. കാര്യം എന്തുകൊണ്ടാണ്? സെൻട്രോയിഡ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഐ മീൻ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. ബാക്കിയുള്ളവരെ 2 പേരെയും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 3 കോർഡിനേറ്റും ഉണ്ടെങ്കിൽ അൺനോൺ ആയിട്ട് ഇവിടെ വരുന്നത് ആൽഫയും ബീറ്റയും ഗാമയും ആണല്ലോ. അപ്പോൾ അതിനെ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ടൂളാണ് ഈ റേഷ്യോ. ദാറ്റ് മീൻസ് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഐ വിൽ ഷോ യു ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഫസ്റ്റ് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഈ വെക്ടേഴ്സുകളെ ആഡ് ചെയ്ത് ബൈ 3 അല്ലേ? x1 + x2 + x3 / 3, y1 + y2 + y3 / 3, z1 + z2 + z3 / 3. It is the formula to find out the center of the triangle in the 3-dimensional space. അല്ലേ പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ ഈ വെക്ടറിനെ ആഡ് ചെയ്ത് ഈ വെക്ടറിനെ ആഡ് ചെയ്ത് ബൈ 3 എടുത്താൽ മതി. സോ അപ്പോൾ എന്ത് വരും? 4p - 5p, that is -p + 2p, p vector. So p vector, q vector plus q vector, 2q vector, 2q vector minus q vector plus q vector plus -3r plus 2r minus r plus 2r, that is plus r vector by 3. ഇതാണ് സെൻട്രോയിഡിൻ്റെ ഫോം. ഓക്കെ, ദ പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻട്രോയിഡ്. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഈ സെൻട്രോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം ഇവിടെ സോൾവ് ചെയ്യാം. കാര്യം ഞാൻ അതിനെ ഒന്നുകൂടി നിങ്ങൾക്ക് ഈ ലൈനിൽ വരച്ച് കാണിച്ചു തരാം. ദാറ്റ് ഇസ് ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് p വെക്ടർ പ്ലസ് q വെക്ടർ പ്ലസ് r വെക്ടർ ഡിവൈഡഡ് ബൈ 4 ആണ്. ആൻഡ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് p വെക്ടർ പ്ലസ് q വെക്ടർ പ്ലസ് r വെക്ടർ ബൈ 3 ആണ്. എസ് വെക്ടർ എന്ന് പറയുന്നത് എസിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആൽഫ പി പ്ലസ് ബീറ്റ ക്യൂ പ്ലസ് ഗാമ ആർ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പണി എളുപ്പമായി. ഈ റേഷ്യോ ഉണ്ട്, സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. സി ഹിയർ ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് HS ഇന്റേർണലി ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ p + q + r വെക്ടർ ബൈ 3 സെൻട്രോയിഡിൻ്റെ ഫോം എന്ന് പറയുന്നത് ബൈസെക്ഷൻ ഫോർമുല നിങ്ങൾക്ക് പറയാം. mx2 + n വെക്ടർ, അത് അങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കുന്നില്ലേ? വെക്ടറിൻ്റെ ഭാഷയിൽ നമ്മൾ പറയുന്നത് m വെക്ടർ b + n വെക്ടർ a ബൈ m + n എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് 2 × ആൽഫ p വെക്ടർ പ്ലസ് ബീറ്റ q വെക്ടർ പ്ലസ് ഗാമ r വെക്ടർ പ്ലസ് 1 × p വെക്ടർ പ്ലസ് q വെക്ടർ പ്ലസ് r വെക്ടർ ഡിവൈഡഡ് ബൈ 4. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? m + n.
റേഷ്യോയുടെ 2+1. ഈ 2+1ഉം ഈ 3യും തമ്മിൽ കട്ട് ചെയ്തു പോകും അല്ലേ. സോ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷൻ്റെ ആവശ്യകതയേ ഉള്ളൂ. ദാറ്റ് ഈസ് P plus Q plus R vector which is equal to ഈ ടേമുകളെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 8 alpha plus 1 into P vector എന്ന് വരും. ആൻഡ് 8 beta plus 1 into Q vector എന്ന് വരും. പ്ലസ് 8 gamma vector plus 1 into R vector divided by 4. ഇവിടെ സംഗതി വളരെ എളുപ്പമാണ്. കാര്യം ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും ഒക്കെ വാല്യൂ ഒരേപോലെ വരുള്ളൂ. കാര്യം ഇതിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് സെയിം ആണ്. കമ്പയർ ചെയ്യുമ്പോഴും ഇവിടെയും ഇവരുടെ പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് സെയിം ആണ്. സോ ബൈ കമ്പയറിംഗ് ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും പി വെക്ടറും ക്യൂ വെക്ടറും ആർ വെക്ടറിൻ്റെയും കോമ്പിനേഷൻ ആണ്. സോ ബൈ കമ്പയറിംഗ് LHS ആൻഡ് RHS വി ക്യാൻ റൈറ്റ് പി വെക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 1 ഈസ് ഈക്വൽ ടു 8 alpha plus 1 by 4. അപ്പോൾ ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 4 minus 1 by 8. അപ്പോൾ ദാറ്റ് ഈസ് 3/8. ഈ ബാക്കി ചെയ്ത് നോക്കണ്ട. സിമിലർലി ബീറ്റയും എന്ത് തന്നെയായിരിക്കും 3/8, ഗാമയും എന്ത് തന്നെയായിരിക്കും 3/8. അപ്പോൾ എല്ലാവരുടെ വാല്യൂയും കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദേ വെർ ആസ്കിങ് ടു ഫൈൻഡ് ഔട്ട് ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 5 ഗാമ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 3/8 പ്ലസ് 2 into 3/8 എന്ന് പറയുമ്പോൾ 6/8 പ്ലസ് 5 into 3/8 എന്ന് പറയുമ്പോൾ 15/8. അപ്പോൾ 24/8 എന്ന് വരും. 24/8 എന്ന് പറയുമ്പോൾ ആൻസർ ഇസ് 3 എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ 3 ആണ്. സ്വാഭാവികമായിട്ടും ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കമൻറ്റ് ചെയ്ത് 6 ആണ്. ആൻസർ 6 അല്ല 3 ആണ് കേട്ടോ. 3 അല്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, എക്സാക്ട്ലി 3 ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ നന്നായി നോക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ ലേബൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് കേട്ടോ. ഒരേ പാറ്റേൺ അല്ല. വെക്ടറിൽ പല പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് വെയർ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ് ആണ് ഐ ഹാവ് അസോസിയേറ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ബി ടു യൂണിറ്റ് വെക്ടേഴ്സ് സച്ച് ദാറ്റ്. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഞാൻ എഴുതി പോവാണ്. എനിക്കല്പം മറവിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ റീഡിങ് നമുക്ക് ഒഴിവാക്കി ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ മറവിയും നമുക്കത് അനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നോട്ട് ചെയ്ത് പോവാണ്. എനിക്ക് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ അത് എങ്ങനെ എഴുതി, വെക്ടർ എ മോഡ് വെക്ടർ എ 1 ആണ്, മോഡ് വെക്ടർ ബി 1 ആണ്, ബിക്കോസ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, സച്ച് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് π/3. ദാറ്റ് മീൻസ് ആംഗിൾ വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിളും π/3 ആണ്. ഓക്കെ, ദെൻ ഇഫ് ലാംഡ എ പ്ലസ് 2b ആൻഡ് 3a മൈനസ് ലാംഡ ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ അടുത്ത കണ്ടീഷൻ പെർപെൻഡിക്കുലാരിറ്റി. രണ്ട് വെക്ടേഴ്സ് ആരൊക്കെയാണ്? ദാറ്റ് ഈസ് ലാംഡ എ പ്ലസ് 2b വെക്ടർ is perpendicular to 3a vector minus lambda b vector is given. Okay, so ഒട്ടനെ തന്നെ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് സാധിക്കും. ദ കണ്ടീഷൻ ഓഫ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 2 വെക്ടേഴ്സ്, ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. am I correct? സോ അപ്പോൾ നമ്മൾ ഇംപ്ലൈ ചെയ്ത് അവിടെ തന്നെ എഴുതാൻ തീരുമാനിച്ചു. ലാംഡ എ പ്ലസ് 2b വെക്ടർ ഡോട്ട് എന്ത് വരും? 3a വെക്ടർ മൈനസ് ലാംഡ ബി വെക്ടർ ഇസ് ഈക്വൽ ടു 0. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? Then the number of values of lambda in closed interval -1, 3. That means ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അത് വെറുതെ ലാംഡയുടെ വാല്യൂ അല്ല, the value of lambda which is present in the closed interval -1, 3. -1, 3 ലാംഡയ്ക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കണ്ടീഷനെ നമ്മുടെ കയ്യിൽ ഒരു ആയുധമായിട്ടുള്ളൂ. നമ്മളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാംഡ എ പ്ലസ് 2b അല്ലേ? സോ അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കണ്ടന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു നോ. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ, അറ്റ് ദ സെയിം ടൈം ദ പ്രോപ്പർട്ടീസ് ഓഫ് ദോസ് തിങ്സ് വെയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എന്നാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഓവർ അഡീഷൻ, ഓവർ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ലാംഡ എ ഡോട്ട് 3a വെക്ടർ. ഓക്കെ, ലാംഡയും 3യും സ്കെയിലർ ആയതുകൊണ്ട് അവരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എ ഡോട്ട് എ എന്ന് പറയും. എ ഡോട്ട് എന് നമ്മൾ വീണ്ടും പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, മോഡ് എ സ്ക്വയർ. ഇനി
നമ്മൾ യൂഷ്വലി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ഇല്ലേ സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ഇല്ലേ, ആ രീതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇടയിൽ ഡോട്ട് ആണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വെക്ടർ അല്ല കാര്യങ്ങൾ, നമ്പേഴ്സ് അല്ലല്ലോ ഡീൽ ചെയ്യുന്നത്, വെക്ടർ അല്ലേ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലാംഡ എ ഡോട്ട് മൈനസ് ലാംഡ ബി, അപ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, അപ്പോൾ ലാംഡ സ്ക്വയർ എ ഡോട്ട് ബി വന്നു. 2 ഇൻറ്റു 3 6, 6 പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, അപ്പോൾ 6 എ ഡോട്ട് ബി. എ ഡോട്ട് ബിയും ബി ഡോട്ട് ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. 2b മൈനസ് ലാംഡ ബി, 2b ഡോട്ട് മൈനസ് ലാംഡ ബി എന്ന് പറയുമ്പോൾ മൈനസ് 2 ലാംഡ, ബി ഡോട്ട് ബീനെ നമ്മൾ മോഡ് ബി സ്ക്വയർ എന്ന് എഴുതും. ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇത് രണ്ടും 1 ആയതുകൊണ്ട് 3 ലാംഡ മൈനസ് 2 ലാംഡ, സഡൻലി അത് ലാംഡയായി. ഇവിടെ എ ഡോട്ട് ബി കോമൺ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിന് 6 മൈനസ് ലാംഡ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതി 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണേ, അത് എഴുതിയേ. സോ ഇത്ര എഴുതി. അപ്പോൾ ലാംഡ പ്ലസ് എ ഡോട്ട് ബി ഇൻറ്റു 6 മൈനസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിൽ ലാംഡ സോൾവ് ചെയ്യാനുള്ള സ്കോപ്പില്ല, ഇവിടെ എ ഡോട്ട് ബി ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും എ ഡോട്ട് ബി എന്താ, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി തന്നിട്ടുണ്ട്, മോഡ് ബി നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പ് എ ഡോട്ട് ബിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് മോഡ് ബി, അത് 1 ആയി പോവും. കോസ് തീറ്റ, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 3 വരും. കോസ് പൈ ബൈ 3 ഇൻറ്റു 6 മൈനസ് ലാംഡ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അത് 1/2 ആണ്. ലാംഡ പ്ലസ് 1/2 ഇൻറ്റു 6 മൈനസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലേക്ക് പോകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അറേഞ്ച് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ലാംഡ പ്ലസ് 6 മൈനസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. സോ വി ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഗോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് ലാംഡ വിച്ച് ഇസ് ക്വാഡ്രാറ്റിക് അല്ലേ. അപ്പോൾ അതിനെ ആ ഒരു ടേംസിൽ എഴുതാം നമുക്ക്. ദറ്റ് ഈസ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിനെ നെഗറ്റീവ് ആക്കി വെക്കുന്ന ഒരു സുഖമില്ല, ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. ഇത് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, so lambda is equal to minus b plus or minus 2 plus or minus b square minus c ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 4 into a into c വരും divided by 2 into a, that is 2 into 1. lambda is equal to 2 plus or minus ഇവിടെ 4 പുറത്തേക്ക് വരുമ്പോൾ 2 റൂട്ട് 1 പ്ലസ് 6 വരും 7 വരും divided by 2. ഈ 2 ഉം കട്ട് ചെയ്ത് പോകും കോമൺ, that is 1 plus or minus root 7. ഈ റൂട്ട് 7ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈങ് ബിറ്റ്വീൻ 2 and 3 ബിക്കോസ് റൂട്ട് 9 3 ആണല്ലോ, റൂട്ട് 4 2 ആണല്ലോ. അപ്പോൾ റൂട്ട് 4നും റൂട്ട് 9നും ഇടയിലാണല്ലോ റൂട്ട് 7. അപ്പോൾ അത് 2 point something. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ തന്നെ എഴുതുവാണ്. ലാംഡ ഇസ് ഈക്വൽ ടു ഇത് ഇങ്ങനെ എഴുതാം 1 plus or minus 2.x എന്ന് എഴുതുവാണ്, ബിക്കോസ് എക്സ് അത് ഡെസിമലായിട്ട് നിങ്ങൾ കൂട്ടിക്കോണം. ഓക്കെ, 2.x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തൊക്കെ എടുക്കാം, 1 plus 2.xും 1 minus 2.x. ഓക്കെ, സോ 1 plus 2.x എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആൻസർ വിൽ ബി 3.x വരും. ഇത് 1 minus 2.x വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ആൻസർ -1.x വരും അല്ലേ. സോ അപ്പോൾ നോക്കിയാൽ മതി. ഈ എക്സ് മീൻസ് ആ ഡെസിമൽ പാർട്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടിയത് ഇങ്ങനെയാണ്, ബട്ട് നമുക്ക് വേണ്ട ലാംഡയുടെ വാല്യൂ എവിടെ കിടക്കുന്ന ലാംഡയുടെ വാല്യൂ വേണ്ടത്, ലാംഡ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ്. അപ്പോൾ -1 3ക്ക് പുറത്തും -1 താഴെയുമാണ് നമുക്ക് കിട്ടിയ ലാംഡയുടെ വാല്യൂ ആസ് പെർ ദ ഗിവൻ സിറ്റുവേഷൻ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും ദർ ഇസ് നോ സച്ച് ലാംഡ ബിലോങ്സ് ടു ദിസ് ക്ലോസ്ഡ് ഇൻ്റർവൽ. സോ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹിയർ ദ ആൻസേഴ്സ് എന്ത് വരും 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ വെരി ഗുഡ്. കമൻറ്റ് ചെയ്തിട്ടുണ്ട് കെൻസ എന്ന് പറയുന്ന ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആൻസർ 0 എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിനകത്ത് ഒരു പെർപെൻഡിക്കുലാരിറ്റിയുടെ കണ്ടീഷൻ ഈവൻ ദോ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ പോലെ കണ്ടാലും ദ നേച്ചർ ഇസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് പുട്ട് ഹിയർ. ഓക്കെ, സോ നമുക്ക് നോക്കാം. If a plus 3b is perpendicular to 7a minus 5b and a minus 4b is perpendicular to 7a minus 2b, then the angle between vector a and vector b is എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ കൂടി കുറച്ച് കാര്യങ്ങളെ ഇവിടെ തന്നിട്ടുള്ളൂ. നമുക്ക് അത് വെച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോവാം. ഈ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. സോ ഈ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്, വരച്ചത് മാറിപ്പോയി. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണ്. a plus 3b is perpendicular to 7a minus 5b. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലാരിറ്റിയുടെ കണ്ടീഷൻ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കും. ദാറ്റ് മീൻസ് ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0. ദാറ്റ് ഈസ്
a plus 3b dot 7a minus 5b എന്തായിട്ട് വരും? 0 വെക്ടർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. a dot 7a, അപ്പോൾ 7 mod a സ്ക്വയർ എന്ന് വരും. ഓക്കെ, 7 mod a സ്ക്വയർ പ്ലസ് a dot minus 5b, അപ്പോൾ അത് minus 5a dot b വരും. minus 5a dot b plus 21, 7 into 3, 21 b dot a, അപ്പോൾ a dot b ആയിട്ട് തന്നെ നമുക്കത് കൂട്ടാം. ആൻഡ് minus 50 mod b സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിനെ കാണാൻ ഭംഗിക്ക് ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്, ബിക്കോസ് ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് എഴുതാമല്ലോ. സോ 7 mod a സ്ക്വയർ പ്ലസ് 21 minus 16 എന്ന് പറയുമ്പോൾ മൈനസ്, ഇതിന് നമുക്ക് മോഡ് ബി സ്ക്വയറിന് ഇവൻ്റെ അടുത്തേക്ക് എഴുതാം. അപ്പോൾ കാണാനൊരു ഭംഗിയാവുമല്ലോ, രണ്ട് സ്ക്വയർ ടേമുകൾ അടുത്തടുത്ത് കിടക്കും. ദെൻ 16, 21 minus 5 എന്ന് പറയുമ്പോൾ 16a dot b, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിവിടെ കിടന്നോട്ടെ. ഇത് കണ്ടീഷൻ നമ്പർ 1 ആയിട്ട് കിട്ടി. ഇനി ഇതേപോലൊരു കണ്ടീഷനും കൂടി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വരും. കാര്യം അടുത്തൊരു രണ്ട് വെക്ടേഴ്സിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി ഓൾറെഡി ഗിവൺ, ദാറ്റ് ഈസ് these two vectors are perpendicular. So a minus 4b vector dot എന്ത് വരും? 7a minus 2b vector, which is equal to 0. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ 7 mod a സ്ക്വയർ വരും ആൻഡ് minus 2a dot b minus 28a dot b എന്ന് പറയുമ്പോൾ minus 30a dot b ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുവാണ്. ആൻഡ് ഇവിടെ minus 4bയും minus 2ഉം കൂടി പ്ലസ് 8 ആയി b dot b mod b സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം ഞാനിവിടെ 7 mod a സ്ക്വയർ പ്ലസ് 8 mod b സ്ക്വയർ മൈനസ് 30a dot b, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനും കിട്ടി. ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തരികയാണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കൂടെ പോകാന്നുള്ളത് ഉള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ ബി ആൻഡ് സി എങ്കിൽ ബി ഡോട്ട് സി കണ്ടുപിടിച്ചിട്ട് ആ എക്സ്പ്രഷനകത്ത് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ചോദിച്ചാൽ എ ഡോട്ട് ബിയുടെ കൂടെ പോകാന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് എ ഡോട്ട് ബിയിലാണല്ലോ കോസ് തീറ്റ വരുന്നത്. മറ്റേ ക്രോസ് എടുക്കുന്ന അത്ര സേഫ് അല്ല. കാര്യം അതിനകത്ത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, ഒരു എൻ ക്യാപ്പൊക്കെ വരുന്നുണ്ട്, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാറില്ല. അപ്പോൾ എപ്പോഴും ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റുമായിട്ടാണ് മുന്നോട്ട് പോകാറ്. ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങൾക്ക് തരുന്നൊരു സജഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, അപ്പോൾ കോസ് തീറ്റയുടെ ടേംസിൽ ചിന്തിക്കുന്നതാണ് നല്ലത്, ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഭാഷയിൽ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷനെ എൻ്റെ കയ്യിൽ ഉള്ളൂ താനും. അപ്പോൾ ഞാനിവിടെ എ ഡോട്ട് ബിയിൽ ആണല്ലോ കോസ് തീറ്റ ഉള്ളത്. അപ്പോൾ കോസ് തീറ്റയുടെ ഫോമുല എഴുതി നോക്കിയാൽ ഇത് ഇങ്ങനെ വരണേ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. ആമേ കറക്റ്റ്? അപ്പോൾ ഞാനിത് എഴുതി നോക്കിയപ്പോൾ എനിക്കിവിടെ എ ഡോട്ട് ബിയും വേണം, മോഡ് എ മോഡ് ബി വേണം. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കലൊന്നും നടക്കണ കേസല്ല. എന്തായാലും ഈ മോഡ് എ മോഡ് ബി കിട്ടേണ്ടി വരും. ഈ എക്സ്പ്രഷന് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മോഡ് എ മോഡ് ബിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. എ ഡോട്ട് ബി ഇവിടെ ഉണ്ട് താനും. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ എന്തൊക്കെയോ മോഡുലസ് ഓഫ് ദ വെക്ടേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, കമൻറ്റ് വരുന്നുണ്ട് π/3 ആണെന്നൊക്കെ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിതിൻ്റെ ആൻസറിലുപരി നിങ്ങൾക്ക് എങ്ങനെ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം അത് തന്നെയാണ്. ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ കിട്ടുന്നുള്ളോ ഇല്ലയെന്നല്ല, ആൻസർ കിട്ടണം, അതാണ് നമ്മുടെ ഫൈനൽ ആവശ്യവും. ബട്ട് ഞാൻ പറഞ്ഞത് ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മോഡുലസിൻ്റെ ആവശ്യമുണ്ട്. മോഡ് എ മോഡ് ബി അറിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു വിചാരം. ബിക്കോസ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണല്ലോ. അപ്പോൾ കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ മോഡ് എ മോഡ് ബിയുടെ ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി മോഡ് എ മോഡ് ബിയുടെ എക്സ്പ്രഷനുമാണ് താനും. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ അതങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 - 2 ചെയ്തു. ഓക്കെ, 1 - 2 ചെയ്തപ്പോൾ എനിക്ക് കിട്ടേണ്ടത് -15 mod b സ്ക്വയർ -8 mod b സ്ക്വയർ എന്ന് പറയുമ്പോൾ -23 mod b സ്ക്വയർ ആയി. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 16 a dot b -30 എന്ന് പറയുമ്പോൾ 46 വരും. അപ്പോൾ അത് -46 a dot b ആയി. ഇവിടെ സംഗതി വീണ്ടും എളുപ്പമായി. കാര്യം എന്താ? ഇവർ തമ്മിൽ കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ മോഡ് ബി സ്ക്വയറിൻ്റെ പ്ലേസ് അങ്ങനെ തന്നെ എഴുതി ഞാൻ. പക്ഷേ എ ഡോട്ട് ബിയുടെ പ്ലേസിൽ ഞാൻ മോഡ് എ മോഡ് ബി കോസ് തീറ്റ കൊടുത്തു.
മക്കളെ ഇത് കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, മോഡ് ബി കട്ടായി പോകും. ഓക്കെ, സോ മോഡ് ബി കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് അടുത്ത എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. മോഡ് ബി ഇസ് ഈക്വൽ ടു 2 മോഡ് എ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കോസ് തീറ്റ ആണ് എൻ്റെ എയിം. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മോഡ് ബി ബൈ 2 മോഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്നും എനിക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് കിട്ടിയത്. അല്ലെങ്കിൽ മോഡ് ബി ഇസ് ഈക്വൽ ടു 2 മോഡ് എ കോസ് തീറ്റ ഓർ കോസ് തീറ്റ ഈക്വൽ ടു മോഡ് ബി ബൈ 2a. ഓക്കെ, ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മോഡ് ബി സ്ക്വയർ ഈക്വൽ ടു 2a ഡോട്ട് ബി എന്നുള്ള എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അടുത്തൊരു എക്സ്പ്രഷനിലേക്ക് കൂടി എത്താൻ പറ്റും. കാര്യം ഇത് മോഡ് ബി സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ എൻ്റെ സോൾവിങ് മുന്നോട്ട് പോയത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് മോഡ് എ സ്ക്വയറിൻ്റെ ടേംസിലും നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മോഡ് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഏതെങ്കിലും വൺ ഓഫ് ദി ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 1, 7 മോഡ് എ സ്ക്വയർ മൈനസ് 15 ഇൻറ്റു മോഡ് ബി സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾ അവിടെ കൊടുക്കുക. ദറ്റ് ഇസ് 2a ഡോട്ട് ബി. ഇപ്പോൾ 2a ഡോട്ട് ബി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വരും, 30a ഡോട്ട് ബി എന്നിലേക്ക് പോകും കേട്ടോ. പ്ലസ് 60a ഡോട്ട് ബി ഈക്വൽ ടു 0. അതായത് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മോഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡോട്ട് ബി ഇൻ എനി വൺ ഓഫ് ദി ഇക്വേഷൻ. ഞാൻ 1-ലാണ് കൊടുത്തത്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് മോഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡോട്ട് ബി. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എനിക്കിവിടെ ഇതേപോലെ ഒരു എക്സ്പ്രഷൻ 7 ടേംസിലും മോഡ് ബിയുടെ ടേംസിലും ഇവിടെ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. സോ ദാറ്റ് ഇസ് 7 മോഡ് എ സ്ക്വയർ 30a ഡോട്ട് ബിയും 60a ഡോട്ട് ബി. അപ്പോൾ 14 വരും. മൈനസ് 14a ഡോട്ട് ബി വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് ഇസ് 7ഉം 14ഉം 2 കട്ടായി പോവും. മോഡ് എ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ നിന്നും എനിക്ക് എന്ത് വരും, 2a ഡോട്ട് ബി. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനിലും കണ്ടോ, മോഡ് ബി സ്ക്വയർ 2a ഡോട്ട് ബി ആണ്, മോഡ് എ സ്ക്വയറും 2a ഡോട്ട് ബി ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്കൊരു കാര്യം പറയാൻ പറ്റും. സോ ദാറ്റ് ഇസ് മോഡ് ബി ഈക്വൽ ടു എന്തായേ പറ്റുള്ളൂ, മോഡ് എ ആയേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. സോ ഫ്രം ദീസ് ടു എക്സ്പ്രഷൻ ഐ ഹാവ് ഗോട്ട് മോഡ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ. ഇറ്റ് ഈസ് എവിഡൻറ്റ്, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കോസ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഡ് ബിയും മോഡ് എയും ഈക്വൽ ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ കോസ് തീറ്റ 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആരോ കമൻറ്റ് ചെയ്ത പോലെ π/3 60 ഡിഗ്രി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഓക്കെ. ലൈവ് സ്റ്റക്കാണെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ലൈവ് സ്റ്റക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇസ് ഇറ്റ് ഓഡിബിൾ? ആക്ച്വലി നിങ്ങൾക്ക് വ്യൂബിൾ ആണോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നേച്ചർ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്നുള്ളതാണ്. Let C be a vector which is perpendicular to the vectors vector A and vector B. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിൽ പതിപ്പിച്ചോണം. A vector is perpendicular to the given two vectors. നമ്മുടെ മെറ്റീരിയൽ പഠിച്ച കുട്ടികൾക്കൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ആ വെക്ടർ ഏതാണെന്ന് മനസ്സിലാവും. A vector which is perpendicular to the two vectors എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദ ടു വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ C എന്ന് പറയുന്നത് A cross B ആണ്. ദാറ്റ് മീൻസ് ലാംഡ ഇൻറ്റു A cross B. ഓക്കെ, സോ audible and visible. Okay, thank you for the comment. Okay, so appo here vector C perpendicular to both A and B ennu parnal the thing is the vector C യുടെ form ennu parayunnathu it's lambda into A cross B. Clear aanallo? So cross product aanu, the cross product of the two vector is always perpendicular to the given two vector ennu parayunnathu. Okay, so over here the nature of two vectors give me vector എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെക്ടർ ഇവിടെ കിടപ്പുണ്ടല്ലോ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ദ തിങ് ഈസ് ദ തിയറി ബിഹൈൻഡ് ദിസ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ സീനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ദ വെക്ടർ സി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടേഴ്സ് vector A and vector B. So definitely the nature of C, that expression for C is should be എങ്ങനെയായിരിക്കണം,
ലാംഡ ഇൻറ്റു എ ക്രോസ് ബി. ഇതിന് ഞാൻ അവിടെ ബോക്സ് ഇട്ട് വെക്കുകയാണ്. ഓക്കെ, പക്ഷേ എനിക്കിവിടെ ലാംഡ ഇൻറ്റു എ ക്രോസ് ബി വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും മക്കളെ. കാര്യം എന്തുകൊണ്ടാണ്? എയും ബിയും തന്നിട്ടുണ്ട്, എ ക്രോസ് ബി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് സൈഡിൽ എ ക്രോസ് ബി ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എ ക്രോസ് ബി കമ്പോണൻറ്റ് ഫോമിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിൻ്റെ ഹെൽപ്പ് എടുക്കാം. ഐ ജെ കെ 1 1 -1 1 2 1. സോ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും that is 3i cap minus j cap into 2j cap plus k cap into 1. Okay, that is 3i cap minus 2j cap plus k cap. ഇതാണ് നമ്മുടെ a cross b. ഓക്കെ, ഈ സി വെക്ടറിൽ അൺനോൺ ആയിട്ട് കിടക്കുന്ന ഈ ഫാക്ടർ ലാംഡയാണ്. എ ക്രോസ് ബി ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ലാംഡ കണ്ടുപിടിക്കാനായിരിക്കണം അടുത്തൊരു കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. സിയും ഈ വെക്ടറും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്താണ്? 8 ആണ്. അപ്പോൾ സി വെക്ടറിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, ദെയർഫോർ സി വെക്ടർ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു 3i ക്യാപ് മൈനസ് 2j ക്യാപ് പ്ലസ് k ക്യാപ്പ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് ഗിവൻ സി ഡോട്ട് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 3k ക്യാപ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ സി വെക്ടറിൻ്റെ പ്ലേസിൽ ലാംഡ ഇൻറ്റു 3i cap minus 2j cap plus k cap dot I cap plus j cap plus 3k cap which is equal to 8 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ 3 ലാംഡ ഇൻറ്റു 1 3 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് 3 ലാംഡ which is equal to 8. അപ്പോൾ 6 ലാംഡ 2 ലാംഡ 4 ലാംഡ ഈക്വൽ ടു 8. ലാംഡയുടെ വാല്യൂ 2 വന്നു. അപ്പോൾ ലാംഡയുടെ വാല്യൂ 2 വന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ വെക്ടർ സിയുടെ ഫോം നമുക്കറിയാൻ പറ്റും. ദെയർഫോർ വെക്ടർ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു എന്ത് വരും? 3i മൈനസ് 2j പ്ലസ് k ക്യാപ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആയി. വെക്ടർ സിനെയാണ് അവരവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. വെക്ടർ സി റെഡിയായി. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് സി ഡോട്ട് എ ക്രോസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സി ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് സ്കേലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് സി എ ബി ആണെന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ അതിനും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു നോ എന്താ പറയുക ദറ്റ് പെർട്ടിക്കുലർ ഐഡിയ, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇയാളുടെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളൊക്കെ ഉണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കാതെ വാരി വലിച്ച് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അത് ലെങ്തി ആയി പോണത്. ഇവിടെ നിങ്ങൾ ഒന്ന് കണ്ണിങ് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒബ്സർവേഷനുള്ള ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. സി ഡോട്ട് ഇ ക്രോസ് ബി ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒബിയസ്ലി നമ്മുടെ കുട്ടികൾ മസ്റ്റായിട്ട് മറ്റേ സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇട്ട് ചെയ്യും, അല്ലാതെയും ചെയ്യാം, എളുപ്പമാണ്. കാര്യം എന്താണെന്നറിയോ? സി എന്ന് പറയുന്നത് 2a ക്രോസ് ബി അല്ലേ, അതായത് ലാംഡയുടെ വാല്യൂ 2a ക്രോസ് ബി അല്ലേ. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് സി ഡോട്ട് എ ക്രോസ് ബി. സി ഡോട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ സി ഈസ് 2a ക്രോസ് ബി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? 2a ക്രോസ് ബി ഡോട്ട് എ ക്രോസ് ബി അല്ലേ. ആ സ്കില്ല് യൂസ് ചെയ്യുന്നതിന് ഇപ്പം ആൻസർ ആണ്. ദാറ്റ് ഈസ് ഒരു വെക്ടറിനെ ഒരു വെക്ടറുമായിട്ട് ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് എ ക്രോസ് ബി സ്ക്വയർ ആണ്. മോഡ് എ ക്രോസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദേ കിടക്കുന്നു എ ക്രോസ് ബി, അതിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഇല്ലാതെ ഈ കമ്പോണൻസിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്താ വരുന്നത് മക്കളെ? ദാറ്റ് ഈസ് 9 പ്ലസ് 4 പ്ലസ് 1, ദാറ്റ് ഈസ് 14 ഇൻറ്റു 2, ദാറ്റ് ഈസ് 28 ഇസ് ദ ആൻസർ. നിങ്ങൾ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും എളുപ്പമായിട്ട് സംഗതി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തുള്ള എക്സ്പീരിയൻസ് വേണം. സോ എനിക്ക് തോന്നുന്നത് ഈ JEE മെയിൻസിൽ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ലെങ്തി ആയിട്ട് ചെയ്യും, പക്ഷെ ആ ലെങ്തി അല്ലാതെ ചെയ്യാനുള്ള വേറെ എന്തോ അവിടെ ഉണ്ട്. കാര്യം ഒരു എഞ്ചിനീയേഴ്സിന് വേണ്ടത് എപ്പോഴും എന്താണ്? സ്കില്ലാണ്. ആ സ്കില്ല് ടെസ്റ്റ് ചെയ്യാനാണ് അവർ ആ കണ്ണിങ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ണിങ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഓൺ ദ പ്രസൻസ് ഓഫ് ആ ഒരു പ്രസൻറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ടെൻഷനൊക്കെ പിടിച്ച് എഴുതുന്നതിൻ്റെ ഒരു വിഷയം നമ്മളത് കാണുന്നില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ലെങ്തി ആണെന്ന്. ആക്ച്വലി ലെങ്തി ആകാതിരിക്കാനുള്ള എന്തൊരു സാധനം ചിലപ്പോൾ അവിടെ കണ്ടെന്നിരിക്കാം. എല്ലാ ക്വസ്റ്റ്യനിലും അല്ല ഞാൻ പറയുന്നത്, സം ക്വസ്റ്റ്യൻസ് വെക്ടറിൽ അങ്ങനെ 1-2 ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പ്രീവൈക്ക് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ഈ ഒരു സ്റ്റെപ്പ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For p greater than 0, a vector v2 vector 2i plus p1 plus j vector is obtained by rotating the vector. ഈ സിറ്റുവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഒരു 2019 തുടങ്ങി 2025 വരെയുള്ള PYക്ക് നോക്കിയാൽ 3 തവണ ഈ റൊട്ടേറ്റിംഗ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ അവർ
പല കാര്യങ്ങളായിട്ടാണ് ഫൈൻഡ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ പോലും ദ ബിഹേവിയർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2019 മസ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതിലേതോ ഇടയ്ക്കൊരു വർഷവും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇത് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എ വെക്റ്റർ v2 is obtained by rotating a vector v1 by an angle with respect to origin. അപ്പോൾ ഒറിജിന് വിത്ത് റെസ്പെക്ട് ടു ആയിട്ട് v1 എന്ന് പറയുന്ന വെക്ടർ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് v2 എന്ന് പറയുന്ന വെക്ടർ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഒറിജിൻ. അപ്പോൾ ഇതാണ് v1 വെക്ടർ എബൌട്ട് ഒറിജിൻ റൊട്ടേറ്റ് ചെയ്തു, അപ്പോഴാണ് v2 വെക്ടർ കിട്ടിയത്. സോ എബൌട്ട് ഒറിജിൻ വിത്ത് an angle theta in the counter clockwise. Counter clockwise means anti clockwise. Okay, anti clockwise direction റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് v2 വെക്ടർ കിട്ടിയത്. ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതേ വെക്ടർ തന്നെയാണ്, ഇതേ വെക്ടർ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വെക്ടറിൻ്റെ അതേ നീളം തന്നെയായിരിക്കും ഈ വെക്ടറിന്. അപ്പോൾ ആ റൊട്ടേഷനിൽ നിങ്ങൾ ആ റൊട്ടേറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ എപ്പോഴും ചിന്തിച്ച് വെക്കേണ്ടത് the modulus of the two vectors can't be changed. It remains same even though the positions are different. Okay, പൊസിഷൻ വെക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ v1 വെക്ടർ എന്ന് പറഞ്ഞാൽ √3pi വെക്ടർ പ്ലസ് ജെ വെക്ടർ ആണെങ്കിൽ ഈ റൊട്ടേഷന് ശേഷമുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2i ക്യാപ് പ്ലസ് p1 പ്ലസ് 1 j ക്യാപ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർ നമ്മളോട് പറയുന്നത് ടാൻ തീറ്റയുടെ എക്സ്പ്രഷൻ ഇതാണെങ്കിൽ ആൽഫയുടെ പ്ലേസിൽ കിടക്കുന്ന ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയണേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ v1 ആൻഡ് v2 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഇനീഷ്യൽ ഐഡിയ മനസ്സിലാക്കി വെക്കുക. If tan theta is equal to so and so, then find the value of alpha. Tan theta means that theta is the angle between v1 and v2. അപ്പോൾ tan theta എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് പറയണമെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് v1 ആൻഡ് v2 എന്നുള്ള ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ട കീ ഫാക്ടർ. ഓക്കെ, സോ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി, കോസ് തീറ്റ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ദാറ്റ് ഈസ് കോസ് തീറ്റ. ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. v1 dot v2 divided by mod v1 mod v2. ഇവിടെ തന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം എഴുതും, mod v1 ഉം mod v2 സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിതിനെ എങ്ങനെ എഴുതാം, v1 dot v2 divided by mod v1 വെക്ടറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ v1 dot v2 കണ്ടുപിടിക്കാം, ബിക്കോസ് v1 വെക്ടറും v2 വെക്ടറും തന്നിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് √3pi ക്യാപ് പ്ലസ് ജെ ക്യാപ് പിയുടെ ടേംസിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഡോട്ട് 2i ക്യാപ് പ്ലസ് പി പ്ലസ് 1 ഇൻറ്റു ജെ ക്യാപ് ഡിവൈഡഡ് ബൈ മോഡ് v1 സ്ക്വയർ. അപ്പോൾ ഈ കിടക്കുന്ന v1 എന്ന് പറയുന്ന വെക്ടറിൻ്റെ സ്ക്വയർ, അപ്പോൾ മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടില്ലാതെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 3p സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ വെക്ടറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് √3p ഡോട്ട് 2 എന്ന് പറയുമ്പോൾ 2√3p പ്ലസ് p പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3p സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് p അല്ലേ, p അറിയില്ല. അപ്പോൾ p കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉള്ള ക്ലൂ ആണ് മോഡ് v1 ഈക്വൽ ടു മോഡ് v2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോഡ് v1 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് √3p i ക്യാപ് പ്ലസ് ജെ ക്യാപ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2i പ്ലസ് p പ്ലസ് 1 ജെ ക്യാപ്. ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താലും അതേ തിയറി ഫോളോ ചെയ്യും, ബിക്കോസ് മോഡ് എ ഈക്വൽ ടു മോഡ് ബി എങ്കിൽ മോഡ് എ സ്ക്വയർ ഈക്വൽ ടു മോഡ് ബി സ്ക്വയർ എന്ന് നമുക്ക് പറയാമല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 3p സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും, 4 പ്ലസ് p പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒബിയസ്ലി p കിട്ടും കേട്ടോ. അപ്പോൾ 3p സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 4 പ്ലസ് ഇത് p സ്ക്വയർ പ്ലസ് 2p പ്ലസ് 1 ആണ്. 3p സ്ക്വയർ മൈനസ് p സ്ക്വയർ 2p സ്ക്വയർ, ഇതിങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2p, ഈ പ്ലസ് 1 കട്ട് ചെയ്യാം, -4 ഈക്വൽ ടു 0. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ
പി സ്ക്വയർ മൈനസ് പി മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പി മൈനസ് 2 ഇൻറ്റു പി പ്ലസ് 1 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് -2 സമ്മ് -1 വരുന്ന നമ്പേഴ്സ്. പിയുടെ വാല്യൂ 2ഉം പിയുടെ വാല്യൂ -1ഉം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വാല്യൂ ഇസ് കനോട്ട് ബി ടേക്കൺ അല്ലേ. സോ പി ഈസ് ഈക്വൽ ടു 2 ഓൺലി വി ഹാവ് ടു കൺസിഡർ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിയുടെ വാല്യൂ ആയി നമുക്ക് പിയുടെ വാല്യൂ കിട്ടാനുള്ള ക്ലൂ ആണ് ആക്ച്വലി. അപ്പോൾ മോഡുലസ് സെയിം ആണെന്നുള്ളത്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 2√3 ഇൻറ്റു 2. അപ്പോൾ അത് 4√3 ആയി. പ്ലസ് 2 + 1 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 12 + 1 30. കണ്ടോ? അപ്പോൾ കോസ് തീറ്റ കിട്ടി. കോസ് തീറ്റ കിട്ടിയാൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ച ആൾക്കാരാണ്. ധാരാളം ഐഡൻറ്റിറ്റി, ഒന്നുകിൽ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ നേരെ ഐഡൻറ്റിറ്റിയിലോട്ട് എടുക്കാം. കാര്യം കോസ് തീറ്റ ഉണ്ടെങ്കിൽ സീക്ക് തീറ്റ ഉണ്ട്, സീക്ക് തീറ്റ ഉണ്ടെങ്കിൽ ടാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ സഡൻലി ഞാൻ ഇവിടുന്ന് സീക്ക് തീറ്റ എഴുതും. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ. 13/3 + 4√3 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ സഡൻലി എനിക്ക് ടാൻ തീറ്റ കിട്ടും. കാര്യം 1 + tan സ്ക്വയർ തീറ്റ സീക്ക് തീറ്റ അല്ലേ. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റ -1 സ്ക്വയർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ -1. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ 169/4√3 + 3യുടെ സ്ക്വയർ -1. മക്കളെ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെയാണ് പണി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ കൺസെപ്ച്വലി ഭയങ്കര സിമ്പിളായിപ്പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലേഷനിലിട്ട് പണി വെച്ചു. ദാറ്റ് മീൻസ് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് അറിയാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, സോ അത് ഞാൻ എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനകത്ത് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ 169 മൈനസ് 4√3 + 3 the whole square whole divided by 4√3 + 3 the whole square. ഈ റൂട്ടിനകത്ത് ഈ ഹോൾ സ്ക്വയർ പുറത്തേക്ക് വരും. അപ്പോൾ മേളിൽ ന്യൂമറേറ്ററിൽ മാത്രമേ സ്ക്വയർ റൂട്ട് വരുള്ളൂ. 169 മൈനസ് ഇത് 16 × 3 48 48 + 9 57 57 + 24√3 ഡിവൈഡഡ് ബൈ 4√3 + 3. ഓക്കെ, so which is equal to root of 169 minus 57 എന്ന് പറയുമ്പോൾ 112 minus 24√3 divided by 4√3 + 3. സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയുന്ന ആൾക്കാണ് ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ബുദ്ധിപരമായി ഓപ്ഷനുമായിട്ട് ആ തന്നിരിക്കുന്ന വേർഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഒന്ന് നോക്കേണ്ടി വരും. അതെല്ലാ കേസിലും പോസിബിൾ ആണെന്നില്ല. അപ്പം ഞാനിവിടെ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഐഡിയ നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇറാഷണൽ നമ്പർ എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇറാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഫൗണ്ടേഷനിലെ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇത് അങ്ങനെയുള്ള ഫൗണ്ടേഷനൊക്കെ നല്ല ബേസ് ആയിട്ടുള്ള നല്ല കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ആ ഫൗണ്ടേഷൻ്റെ ഒരു ഗുണം. അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ഉറപ്പായിട്ട് ഇതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ കിട്ടാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഒരു ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എയ്തർ √a + √b ഫോം ആയിരിക്കും, ഇല്ലെങ്കിൽ √a - √b ഫോം ആയിരിക്കും. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്ക്വയർ എന്ന് വരണമല്ലോ. ദാറ്റ് മീൻസ് ഈ കിടക്കുന്ന നമ്പറിൽ ഇത് ഇങ്ങനെ വരണം, എയ്തർ √a + √bയുടെ സ്ക്വയർ ആയിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് √a + √b ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ √a - √bയുടെ സ്ക്വയർ ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ √a - √b വരും. ഇതിൻ്റെ ഉത്തരം ഒരു റാഷണൽ നമ്പർ എന്നുള്ള അസംപ്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ മൈനസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ദ ആൻസർ വിൽ ബി ഓൾവേസ് ഓഫ് ദ ഫോം √a - √b ആയിരിക്കും. ഇത് പ്ലസ് ആണെങ്കിൽ ഇത് √a + √b ഫോം ആയിരിക്കും. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എയും ബിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഇങ്ങനൊരു എക്സ്പ്രഷനാണ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് √aയുടെ സ്ക്വയർ a - √bയുടെ സ്ക്വയർ + b. അപ്പോൾ a + b - 2 √ab.
രണ്ട് സൈഡിലും കമ്പയർ ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ 112. ഇതിനകത്ത് എനെയും ബിനെയും കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 2√AB എന്ന് പറയുന്നത് 24√3 ആണ്. സോ 2ഉം 24ഉം കട്ട് ചെയ്ത് 12 ആയി. അപ്പോൾ √AB എന്നുള്ളത് 12√3 ആയി. സോ അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് 144 × 3 ആയി. അപ്പോൾ പ്രൊഡക്റ്റ് AB എന്ന് പറയുന്നത് 4 × 3 12 13 432. പ്രൊഡക്റ്റ് AB 432. ആ നമ്പേഴ്സ് A പ്ലസ് ബി 112. സമ്മ 112ഉം പ്രോഡക്റ്റ് 432ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് എയും ബിയും. അതിൽ എ വലുതായിരിക്കണം, ബി ചെറുതായിരിക്കണം, എങ്കിലേ √A - √B പോസിറ്റീവായിട്ട് നിൽക്കുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത എഴുതി തരാൻ പോണേ. നിങ്ങൾ എന്ത് ചെയ്യണം, സമ്മിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. ഈ 432നെ എടുത്തൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് 2 ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷനാണ് അവിടെ ഫോളോ ചെയ്ത് വരുന്നത്. ഇതിനകത്തുനിന്ന് ഞാൻ ഇതിനെ എങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചും ഓർഡർ മാറ്റി നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിച്ചാലും 432 ആ. പക്ഷേ എനിക്കിവിടെ വേണ്ടത് ഐ റിക്വയർ ദോസ് പെയർ ഓഫ് നമ്പേഴ്സ് ഹൂ സം ഷുഡ് ബി 112. പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ തൽക്കാലം അറിയുന്നില്ല, ബിക്കോസ് ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും നമ്പറിൻ്റെ ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്താലും 432 കിട്ടും. ബട്ട് സമ്മ 112 കിട്ടുന്ന തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോണേ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ 339 ഞാനൊരു കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണ്. 339 93 27 27 × 2 54 54 × 54ഉം പിന്നെ ഇവിടെ 8ഉം. അപ്പോൾ ഒരിക്കലും 54ഉം 8ഉം വെച്ച് നിങ്ങൾക്ക് 112 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്പറിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ കുറച്ചുകൂടി എടുത്ത് വരണം. 54 × 2 എന്ന് പറയുമ്പോൾ എന്ത് വന്നു, അവിടെ 108 വന്നു. അപ്പോൾ ഇത്രയും നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 108, ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4. അപ്പോൾ 108ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ആൻസർ 432 കിട്ടും. പക്ഷേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്ത് വരും, 112ഉം വരും. ഇതിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ ഓർഡർ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പ്രോഡക്റ്റ് 432 വരും. ബട്ട് വി റിക്വയർ ദോസ് നമ്പേഴ്സ് ഹു സം ഈസ് ഈക്വൽ ടു 112. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഐഡിയ എനിക്ക് ഇവിടെ പറയണം, കാര്യം ഇത് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അത് തരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മസ്റ്റായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് എനിക്ക് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ എന്ന് പറയുന്നത് 108ഉം ബി എന്ന് പറയുന്നത് എന്തുമായിട്ട് വന്നു, 4. അപ്പോൾ ഈ കിടക്കുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 112 - 24√3 എന്ന് പറയുന്നത് √A - √B എന്ന് പറയുമ്പോൾ √108 - √4 വരും. സോ സിമ്പിൾ. √108 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിനെ 36 × 3 അല്ലേ കിടക്കണം. അപ്പോൾ ഇത് 6√3 - 2 എന്ന് വരും. കണ്ടോ, അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കും ഇയാളുടെ വാല്യൂ 6√3 - 2 / 4√3 + 3. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ കിടക്കുന്ന വാല്യൂ സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്ന ആളെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. സോ അങ്ങനെയാണ് ആക്ച്വലി നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇറാഷണൽ നമ്പർ. നമ്മുടെ ഇവിടെ ബ്രില്യൻറ്റിൽ ഫൗണ്ടേഷനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു ഏജ് ഓഫ് ഒരു ക്ലാസ് 8, 9 പഠിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സോൾവ് ചെയ്യൽ എളുപ്പമാണ്. ബട്ട് നമ്മൾ ഒരു സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ റെയർ ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കോമ്പറ്റീഷൻ ലെവലിലൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ലെവലിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇറാഷണൽ നമ്പർ എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി 6√3 - 2t. ഇനി ആൻസറിലേക്ക് നോക്കാം. നമുക്ക് നോക്കിക്കേ, ഇതേ ഫോമിലാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ബുദ്ധിപരമായി നീങ്ങാമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഓൾറെഡി ഇവിടെ വരുമ്പോഴേ വന്നു. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ഇവിടെ ഓരോ നമ്പർ ഇട്ട് നോക്കിയാൽ മതി. ആൽഫ 2 കൊടുക്കുക, ആൽഫ 3 കൊടുക്കുക, ആൽഫ 4 കൊടുക്കുക, ആൽഫ 5 കൊടുക്കുക, ആൽഫ 6 കൊടുക്കുക. എന്നിട്ട് ഹോൾ സ്ക്വയർ എടുത്ത് നോക്കുമ്പോൾ ഇയാളെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അത് ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ആൽഫയുടെ പ്ലേസിൽ ഓരോ നമ്പർ കൊടുത്തിട്ട് സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ആളെ കിട്ടുന്ന ഏത് ആൽഫയുടെ വാല്യൂ ആണ് അതായിരിക്കും നമ്മുടെ ആൻസർ. അത് നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്ത് ചെയ്യുക. ഇല്ല, അത് തിയറിറ്റിക്കൽ വെർഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
അപ്പോൾ നമ്മുടെ ആൽഫയുടെ വാല്യൂ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണ് ആൽഫയുടെ പ്ലേസിൽ കിടക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു 6. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണമെങ്കിൽ വേറൊരു ഐഡിയാസും കൂടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതും കൂടി വേണമെങ്കിൽ ഇവിടെ പറയാം. നമ്മൾ വെക്ടർ തിയറി പഠിക്കുമ്പോൾ ടാൻ തീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് രണ്ട് വെക്ടറുകൾക്കിടയിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എ ക്രോസ് ബി മോഡ് എ ക്രോസ് ബി ബൈ എന്ത് ചെയ്താൽ മതി, എ ഡോട്ട് ബി ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങളിത് കണ്ടുപിടിക്കണമെങ്കിൽ മോഡ് V1 ക്രോസ് V2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, V1 ഡോട്ട് V2 ചെയ്താലും മതി. V1 ക്രോസ് V2ൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം P അറിയാമെങ്കിൽ, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് പല രീതിയിൽ ചെയ്യാലോടാ. നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഒരു അപ്രോച്ചിൽ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെ ചെയ്താലും കണ്ടന്റ് അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാമല്ലോ. പലരും പല രീതിയിലായിരിക്കും. ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് എല്ലാവർക്കും, അല്ലേ? എല്ലാവരും ഒരേ രീതിയിലല്ല. ഓക്കെ, അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുവാണെങ്കിൽ ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്തോ. പക്ഷേ പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. സോ ഈ ഒരു ഐഡിയയിൽ കൂടി ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി ചിന്തിക്കാം. രണ്ട് ഐഡിയാസും ഞാൻ കൺവേ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ മൂവിങ് ടു, ബിക്കോസ് ഐ എം അപ്രീഷിയേറ്റിംഗ് യുവർ റെസ്പോൺസ്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിട്ടുപോകുന്ന ശരിയല്ല. ഒരാളുടെ കമൻറ്റാണത്. ഇങ്ങനെയും ചെയ്യാറുണ്ട്. ടാൻ തീറ്റ വരുമ്പോൾ മോഡ് എ ക്രോസ് ബി ബൈ എ ഡോട്ട് ബിയിൽ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ഈസി ആയിട്ട് വരാം. But answer will be same. Okay, so moving to the next question, that is A of 262, B of minus 40 lambda and C of 23 minus 1 and D of 450, where modulus of lambda less than or equal to 5 are the vertices of a quadrilateral ABCD. ഒരു ABCD എന്ന് പറയുന്ന ഒരു quadrilateral ഉണ്ട്. സോ quadrilateral ABCDയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 262 minus 40 lambda and C of 23 minus 1 D of 450. ഓക്കെ, ദെൻ അവർ പറയുന്നത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ 18 സ്ക്വയർ യൂണിറ്റ്സ് ആണെങ്കിൽ 5 മൈനസ് 6 ലാംഡയുടെ വാല്യൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ എബൌട്ട് ലാംഡ എന്ന് പറയുമ്പോൾ ബിയുടെ വെർട്ടെക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഐഡിയ ക്രോസ് പ്രോഡക്റ്റ് പഠിക്കാൻ നേരത്താണ് പഠിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ? ഹാഫ് ഇൻറ്റു മോഡ് D1 ക്രോസ് D2. ദാറ്റ് മീൻസ് ഡയഗണൽ വെക്ടേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഏരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ കെയിം ഇൻ എക്സാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെയും നമ്മുടെയൊക്കെ ഒരു വ്യൂ സെയിം ആണ്. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു ടൈപ്പ് റെപ്പറ്റീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് പുട്ട് ഹിയർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത സാറും ഒരു പക്ഷേ ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ കാണിക്കുക. അപ്പോൾ റെപ്പറ്റീഷൻ കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ടിപ്പ് തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് JEE ഷുവർ ഷോട്ടിൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങളെ എല്ലാ തിയറിയും കൂടി 2 മണിക്കൂർ കൊണ്ട് തീർച്ചയായിട്ടും പഠിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഷുവർ ഷോട്ടിൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതും. ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് PYQs ദാറ്റ് ഈസ് ഹാവിങ് റിപ്പീറ്റഡ് നേച്ചർ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എല്ലാവരും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കമൻറ്റ് വരുന്നുണ്ട്. ഉണ്ടടാ, തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ PYQ പഠിക്കൂ എന്ന് പറയുന്നത്. JEEയുടെ ഒരു നേച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ റൊട്ടേറ്റിംഗ്, ഒരു വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്ത് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ. നീ 2019 തുടങ്ങിയുള്ള PYQ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിനക്ക് 3 or 4 സ്ഥലത്ത് ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും, നീ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതാ ഞാൻ പറഞ്ഞത്, അവിടെ വെക്ടറിൻ്റെ ആ ഒരു കമ്പോണൻസ് ഒക്കെ ഒന്ന് മാറ്റി തരുമെന്നേ ഉള്ളൂ. ദ നേച്ചർ ആൻഡ് ദ അപ്രോച്ച് വിൽ ബി സെയിം. ദാറ്റ് ഈസ് വാട്ട്. അതാണ് നമ്മളിങ്ങനെ PYQ പറയുമ്പോൾ എടുത്തു പറയുന്നത്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ദറ്റ് ക്വസ്റ്റ്യൻസ്, ആ കൺസെപ്ച്വൽ റെപ്പറ്റീഷൻ ഉണ്ട് JEE മെയിൻസിന് കേട്ടോ. ഓക്കെ,
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമ്മൾ കാര്യം വിട്ടു പോയേക്കരുത്, കാര്യം നമ്മുടെ ഉദ്ദേശം മാറിപ്പോവും. ഓക്കെ, സോ അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഹാഫ് മോഡ് D1 ക്രോസ് D2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ D1 വെക്ടറും D2 വെക്ടറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ AC വെക്ടറാണ് ഡയഗണൽ വെക്ടർ, BD വെക്ടറാണ് ഡയഗണൽ വെക്ടർ. അപ്പോൾ D1 എന്ന് പറയുന്നത് AC വെക്ടറും D2 എന്ന് പറയുന്നത് BD വെക്ടറുമായിട്ട് എടുത്താൽ മതി. AC വെക്ടറും BD വെക്ടറും സ്വാഭാവികമായും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞിരുന്നു, തിയറി തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ദ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലേ. ചെറിയ തിയറിയാണ്, ബട്ട് ഈ ക്വസ്റ്റിൽ അതിൻ്റെ ആവശ്യമുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ AC വെക്ടർ കണ്ടുപിടിച്ചിരിക്കണം. AC വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? x2 minus x1i, y2 minus y1j, z2 minus z1k cap. That means 2 minus 2 0, 3 minus 6 minus 3j cap, minus 1 minus 2 minus 3k cap. കണ്ടോ? ഇനി ഇതേപോലെ BD വെക്ടർ കണ്ടുപിടിക്കണം. പൊസിഷൻ വെക്ടർ ഓഫ് ഡിയിൽ നിന്നും പൊസിഷൻ വെക്ടർ ഓഫ് ബി സബ്ട്രാക്ട് ചെയ്യണം. 4 minus minus 4 8i cap, 5 minus 0 5j cap and 0 minus lambda minus lambda k cap. കണ്ടോ? AC വെക്ടറും BD വെക്ടറും നമുക്ക് കിട്ടി. ഓക്കെ, AC വെക്ടറും BD വെക്ടറും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ഏരിയ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് AC ക്രോസ് BD. അപ്പോൾ AC ക്രോസ് BD കണ്ടുപിടിക്കണം, അതിൻ്റെ മോഡുലസും വേണം. അപ്പോൾ AC ക്രോസ് BD ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് കണ്ടുപിടിക്കാം കമ്പോണൻറ്റ് ഫോമിൽ. സോ I cap, J cap, K cap. AC വെക്ടറിൻ്റെ കമ്പോണൻസ് 0 minus 3 minus 3 8 5 minus lambda. So that is I cap into എന്ത് വരും? 3 lambda plus 15 minus J cap into 24 plus K cap into 24. Okay, so 3 lambda plus 15 I cap minus 24 J cap plus 24 K cap ആണ് നമ്മുടെ AC ക്രോസ് BD. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ മോഡ് AC ക്രോസ് BD എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ലാംഡ പ്ലസ് 15 ഹോൾ സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ദാറ്റ് മീൻസ് ഇതിനെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം നമുക്ക്. 3 ലാംഡ പ്ലസ് 15 സ്ക്വയർ പ്ലസ് 24 സ്ക്വയറിന് 2 ടൈംസ് 2 ഇൻറ്റു 24 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് AC ക്രോസ് BD. അപ്പോൾ നമുക്കിതിവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഏരിയ ഓൾറെഡി അവർ പറയുന്നുണ്ട് 18 സ്ക്വയർ യൂണിറ്റ് ആണ്. ആക്ച്വലി ലാംഡ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണത് കേട്ടോ. 18 സ്ക്വയർ യൂണിറ്റ്, 18 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു root of 3 lambda plus 15 the whole square plus 2 into 24 ൻ്റെ സ്ക്വയർ. ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്ത് 576 ഒന്നും എഴുതുന്നില്ല. ഞാൻ എങ്ങനെയാണ് സഡൻലി സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ 18 ഇൻറ്റു 2 36. സ്ക്വയർ റൂട്ടിന് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് 36 സ്ക്വയർ. അപ്പോൾ ഇത് 3 ലാംഡ പ്ലസ് 15 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 24 സ്ക്വയർ. അപ്പം നിങ്ങളിത് ഒരു പക്ഷേ എക്സ്പാൻഡ് ചെയ്യും, ഇപ്പുറത്ത് കൊണ്ടുവരും. ഞാനിത് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഈ 36 സ്ക്വയറിൻ്റെ അടുത്തേക്ക് ദേഹിവന്മാരെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് 36 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 24 സ്ക്വയർ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 15 ഹോൾ സ്ക്വയർ. ഞാൻ ഇതേപോലെ ഇട്ട് തന്നെ ചെയ്യുകയാണ്. ഈ 36ലും 24ലും കോമൺ ഫാക്ടർ വരുന്നത് 12 ആണ്. അപ്പോൾ ഇത് 12 ഇൻറ്റു 3 സ്ക്വയർ ആണ്, ഇത് 12 ഇൻറ്റു 2 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് 12 സ്ക്വയർ ആണ്. അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി വരുന്നത് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 15. ഓക്കെ, സോ അപ്പോൾ ഇത് 9 മൈനസ് 8 1 ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും 144. 12 സ്ക്വയർ ഇസ് 144 എസ് 3 ലാംഡ പ്ലസ് 15 ഹോൾ സ്ക്വയർ. നമ്മുടെ ഉദ്ദേശം ലാംഡ സോൾവ് ചെയ്തെടുക്കലാണല്ലോ. സോ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3 ലാംഡ പ്ലസ് 15 സ്ക്വയറിൻ്റെ വാല്യൂ 144 ആണെങ്കിൽ 3 ലാംഡ പ്ലസ് 15 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 12 വരും. സോ ലാംഡേനെ കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. മോഡ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ലാംഡ കണ്ടുപിടിച്ച് നോക്കാം രണ്ട് കേസിലും. സോ 3 ലാംഡ പ്ലസ് 15 ഈസ് ഈക്വൽ ടു പ്ലസ് 12 വരാം. 3 ലാംഡ പ്ലസ് 15 ഈസ് ഈക്വൽ ടു മൈനസ് 12 വരാം. സോ ദാറ്റ് ഈസ് 3 ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 3, ലാംഡ ഈക്വൽ ടു മൈനസ് 1. അങ്ങനെയാണെങ്കിൽ മോഡ് ലാംഡ 1 ആണ്. സോ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ ദ അക്സെപ്റ്റഡ് വാല്യൂ ഓഫ് ലാംഡ
അപ്പോൾ ഇവിടെ അത് വയലേറ്റ് ചെയ്യുമായിരിക്കും. കാര്യം ഒരു ലാംഡയെ പോസിബിൾ ആയിട്ട് വരുവുള്ളൂ. സോ 3 ലാംഡ ഈക്വൽ ടു -27. ലാംഡയുടെ വാല്യൂ കൊണ്ടോ -9 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് ലാംഡ എന്ന് പറയുന്നത് 9 ആണ്. സോ ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സോ ദ പോസിബിൾ വാല്യൂ ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു -1. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ആൻസർ 5 - 6 ലാംഡ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 5 - 6 × -1 ദാറ്റ് ഈസ് 5 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 11 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ദേ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു, ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡിലീറ്റഡ് ആണോ മിസ്? ഈ ലൈവിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം സിലബസ് പറഞ്ഞപ്പോൾ വളരെ എവിഡൻ്റ് ആയിട്ട് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡിലീറ്റഡ് അല്ല. ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ്. നമ്മുടെ സിലബസിൽ ആ ഒരു ലൂപ്പ് ഹോൾ അടിച്ചവർ പറഞ്ഞിട്ടില്ല. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്നേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പ്രോഡക്റ്റ് ഓഫ് എത്ര വെക്ടർ എന്നവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പിൾ പ്രോഡക്റ്റ് പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ ഓക്കെ, ആദ്യം തുടങ്ങി കാണാൻ ശ്രമിക്കണം. ഞാൻ ആക്ച്വലി സിലബസ് സഹിതം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് വേണം ബാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാൻ. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അയക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കില്ല. സോറി ഫോർ ദാറ്റ്, ബിക്കോസ് നമ്മുടെ എയിം അതല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഐ എം നോട്ട് ടു മച്ച് കോൺസെൻട്രേറ്റഡ് ഇൻ യുവർ കമൻറ്റ്, ബട്ട് ഐ എം ഇടയ്ക്കിടയ്ക്ക് നോക്കി നല്ല ചോദ്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെന്ന് കരുതി നിങ്ങൾ എന്നോട് ഡോണ്ട് ഫീൽ ബാഡ്, ബിക്കോസ് നമ്മുടെ എയിം അതല്ലല്ലോ. അതാണ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മൈ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is let vector A and vector B be 2 vectors such that mode A mode B is provided and A dot B is also given and they are given that C നെ പറ്റി ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് പൊതുവെ നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നത്, ഉയ്യോ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇത് എവിടെ നിന്ന് തുടങ്ങും? അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് സജഷൻ തരാൻ പോകുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. ഓക്കെ, 2 വെക്ടേഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. എന്തിനാണാവോ തന്നിരിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു വെക്ടർ സീനെ കുറിച്ച് തന്നിട്ടുണ്ട്, എന്തിനാണ് തന്നിരിക്കുന്നത്? അതും അറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് 192 sin² ആൽഫേനെ കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ എന്ന് പറയുന്നുണ്ട് എവിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ സി ഈസ് ആൽഫ. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കാം. ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ദാറ്റ് ഈസ് ആൽഫ. ഇപ്പം എവിടെ നിന്ന് തുടങ്ങണം? സി വെക്ടറാണ് ആകെ കൂടി തന്നിരിക്കുന്ന വേറൊരു വെക്ടർ. സി വെക്ടർ തന്നിട്ടുണ്ട് 2a × b -3b വെക്ടർ. ഈ ക്ലാസ്സിൻ്റെ തുടക്കം തുടങ്ങിയിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ് ആൽഫ എന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡോട്ട് പ്രോഡക്റ്റിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആൽഫ എങ്കിൽ ഇവിടെ സി വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ബി ഡോട്ട് സി വേണം നമുക്ക് അല്ലേ? എന്നാലേ നമുക്ക് ആൽഫ കോസ് ആൽഫ അവിടെ കൊണ്ടുവരാൻ പറ്റൂ. കോസ് ആൽഫ കൊണ്ടുവന്നാൽ പിന്നെ സൈൻ ആൽഫ എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ബട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടർ ആൽഫ, സോ സി ഈസ് ഗിവൺ. ബിയുമായിട്ട് ഇവനെ ഡോട്ട് എടുത്താൽ മതി. സോ രണ്ട് സൈഡിലും ബിയുമായിട്ട് ഡോട്ട് എടുക്കുക. അപ്പോൾ ബി ഡോട്ട് സി ഈക്വൽ ടു ഇവനെ ബിയുമായിട്ട് ഡോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെയാണ് സ്കേലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു ആൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം ഞാൻ ഇവിടെ ഒന്നും കൂടി സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയും. കാര്യം സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് പറയാൻ പറ്റും. സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അറിയാത്തവന് ഒരിക്കലും ഇതിൻ്റെ ഉത്തരം, ഈ സാധനത്തിൻ്റെ ഉത്തരം ഇവിടെ നിന്ന് പറയാൻ സാധിക്കില്ല. അതാണ് പ്രോപ്പർട്ടി പഠിച്ചാലുള്ള ഗുണം. ക്യാൻ എനിബഡി പ്ലീസ് കമൻറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2a × b dot b? ഈ ലൈവിലുള്ള ആർക്കും ഇതിൻ്റെ ഉത്തരം, ഈ ഒരു പർട്ടിക്കുലർ ടേമിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാമോ? സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. സോ എന്നാലും അതൊന്ന് വേഗം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഐ എം എക്സ്പെക്ടിങ് യുവർ കമൻറ്റ്. സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് പഠിക്കാൻ നേരത്ത് നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ 2 വെക്ടറുകൾ സെയിം ആയാൽ സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂ 0 ആണ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഇത് 2a × b dot b എന്ന് പറയുന്നത് ഇറ്റ്സ് സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ABB.
എന്നുള്ളതാണ്. -3 mod b സ്ക്വയർ എന്ന് എനിക്ക് പറയാം. b ഡോട്ട് ബി. ഇവിടെ രണ്ട് വെക്ടർ സെയിം ആയതുകൊണ്ട് തന്നെ അത് 0 ആയി പോകും. സോ ദാറ്റ് ഈസ് 3 mod b സ്ക്വയർ. അപ്പോൾ എനിക്കിവിടെ പറയാം b ഡോട്ട് സിയുടെ വാല്യൂ, ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് 0. വെരി ഗുഡ് കേട്ടോ. സോ b ഡോട്ട് സി ഈസ് ഈക്വൽ ടു -3 mod b സ്ക്വയർ. ദാറ്റ് ഈസ് b ഡോട്ട് സി ഈക്വൽ ടു മോഡ് ബി ഇവിടെ 4 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -3 ഇൻറ്റു 4 സ്ക്വയർ 16 ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കോസ് തീറ്റ എഴുതാൻ സാധിക്കും, കോസ് ആൽഫ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് മോഡ് ബി, ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ മോഡ് ബി മോഡ് സി കോസ് ആൽഫ, ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ സി ഇസ് കോസ് ആൽഫ -3 ഇൻറ്റു 4 സ്ക്വയർ. ഓക്കെ, ഇത് മോഡ് ബി 4 ആണല്ലോ. അപ്പോൾ ഈ ഒരു 4ഉം ഇവിടുത്തെ ഒരു 4ഉം തമ്മിൽ കട്ട് ചെയ്ത് പോകും. സോ കോസ് ആൽഫയ്ക്ക് എനിക്കൊരു എക്സ്പ്രഷൻ കിട്ടും, -3 ഇൻറ്റു 4 വരും, -12 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി. ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ? സോ മോഡ് ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇത് മോഡ് ബി മോഡ് സി, ഇത് 4 സ്ക്വയർ. അപ്പോൾ ഇത് ഈ 4ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഒരു 4 ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. -12 ഡിവൈഡഡ് ബൈ മോഡ് സി. മക്കളെ, നമുക്ക് സൈൻ ആൽഫയാണ് വേണ്ടത്. കോസ് ആൽഫയ്ക്കുള്ള എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. കോസ് ആൽഫയിൽ നിന്നും സൈൻ ആൽഫയിലേക്ക് എത്താം അല്ലേ? അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് വേണ്ട സാധനം ഡിനോമിനേറ്ററിൽ കിടക്കുന്ന മോഡ് സി ആണ്. അപ്പോൾ കോസ് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ഒരൊറ്റയാളുടെ റിക്വയർമെൻറ്റേ അവിടെ ഉള്ളൂ, മോഡ് സി. അപ്പോൾ മോഡ് സി കണ്ടുപിടിക്കാൻ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. മോഡ് സി കണ്ടുപിടിക്കാൻ സി ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 2a ക്രോസ് ബി -3b വെക്ടർ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ദേ ഈ മോഡുലസ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മോഡുലസ്, ഈ ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ മോഡുലസിന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത് രണ്ട് വെക്ടറിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ വെറും മോഡ് a മൈനസ് ബി കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. മോഡ് a മൈനസ് ബിയുടെ സ്ക്വയർ കൊടുത്താൽ നമുക്ക് ഉടനെ അവിടെ ഫോമിൽ അപ്ലൈ ചെയ്യാം, മോഡ് a സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ -2a ഡോട്ട് ബി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കാൻ എപ്പോഴും വെറുതെ ഇട്ടേണ്ട കാര്യമില്ല, സ്ക്വയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. സോ മോഡ് സി സ്ക്വയർ എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ സ്ക്വയർ, അതായത് മോഡുലസ് ഓഫ് 2 ഇൻറ്റു a ക്രോസ് ബിയുടെ സ്ക്വയർ പ്ലസ് 3b വെക്ടറിൻ്റെ സ്ക്വയർ മൈനസ് 2ab വെക്ടർ, അതായത് 2 ഇൻറ്റു 3 6 ഇൻറ്റു 2 12 -12 a ക്രോസ് ബി ഡോട്ട് ബി എന്ന് വരും. a ക്രോസ് ബി ഡോട്ട് ബി. ഓക്കെ, a ക്രോസ് ബി ഡോട്ട് ബി. കാര്യം ഇവിടുത്തെ സ്കാലേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 6 ഇൻറ്റു 3 6 ഇൻറ്റു 2 12. അതാണ് ഞാൻ ഈ 12 എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് എടുക്കുക. ദാറ്റ് ഈസ് a ക്രോസ് ബി ഡോട്ട് ബി. ഓക്കെ, സോ മോഡ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്താ പറയണേ, 4 ഇൻറ്റു മോഡ് a ക്രോസ് ബി സ്ക്വയർ, മോഡ് a ക്രോസ് ബി സ്ക്വയർ പ്ലസ് 9 മോഡ് ബി സ്ക്വയർ മൈനസ് 12 ഇൻറ്റു a ഡോട്ട് ബി, a ക്രോസ് ബി ഡോട്ട് ബി. ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, അതിനകത്ത് രണ്ട് വെക്ടേഴ്സ് സെയിം ആണെങ്കിൽ 0 ആയി പോകും. a ക്രോസ് ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ സ്കേലർ ട്രിപ്പിൾ പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് 0 ആയി. അപ്പോൾ മോഡ് സി സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് 4 ഇൻറ്റു മോഡ് a ക്രോസ് ബി സ്ക്വയർ. മക്കളെ, ഇവിടെ a ഡോട്ട് ബി തന്നു, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, മോഡ് a ക്രോസ് ബിയും a ഡോട്ട് ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഫോർമുലയിൽ ഇട്ട് മോഡ് a മോഡ് ബി കോസ് തീറ്റ ഇട്ട് നിങ്ങൾക്ക് തീറ്റ കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. റിലേഷൻ ബിറ്റ്വീൻ ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് ഡോട്ട് പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് a ക്രോസ് ബി സ്ക്വയറും a ഡോട്ട് ബി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ് ഈസ് മോഡ് a സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. അപ്പോൾ ഈ എക്സ്പ്രഷനകത്തുനിന്ന് എനിക്ക് എഴുതാൻ സാധിക്കും മോഡ് a ക്രോസ് ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് a സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ മൈനസ് a ഡോട്ട് ബിയുടെ സ്ക്വയർ ആണ്. ഇതെല്ലാം തന്നിട്ടുള്ള കാര്യങ്ങളാണ്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടൂ. ഓക്കെ, പ്ലസ് 9 ഇൻറ്റു മോഡ് ബി സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോഡ് സി സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇവിടെ ആക്ച്വലി സി മോഡ് സി കണ്ടുപിടിക്കലാണ് മെയിൻ ടാസ്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് വരുന്നതും. ഓക്കെ, സോ ദാറ്റ് ഈസ് 4 ഇൻറ്റു മോഡ് എയുടെ സ്ക്വയർ, മോഡ് എ 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു മോഡ് ബിയുടെ സ്ക്വയർ 16, 4ൻ്റെ സ്ക്വയർ മൈനസ് എ ഡോട്ട് ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 2 സ്ക്വയർ, അപ്പോൾ ഇത് 12 വരും, പ്ലസ് 9 ഇൻറ്റു മോഡ് ബിയുടെ സ്ക്വയർ 4 സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് 16 minus 4 12, 4 into 12
പ്ലസ് 16 ഇൻറ്റു 9. അപ്പോൾ ഇത് 48 പ്ലസ് 144. അപ്പോൾ ദാറ്റ് ഈസ് 192 വരും. 192 ആണ് മോഡ് സി സ്ക്വയർ. അപ്പം അങ്ങനെയാണെങ്കിൽ മോഡ് സി എന്ന് പറയുന്നത് എന്താ വരുന്നത്? മോഡ് സി ഈസ് ഈക്വൽ ടു റൂട്ട് 192. കാര്യം മോഡുലെസ് പ്ലസ് ഓർ മൈനസ് വരില്ല. മോഡ് ഓഫ് എ വെക്ടർ മീൻസ് ലെങ്ത് ഓഫ് ദ വെക്ടർ. ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ് അല്ലേ? മോഡ് സി ലെസ് ദാൻ 0 ഇതൊരു മീനിങ് ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഡുലെസ് ഓഫ് എ വെക്ടർ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ NCERT തന്നെ ആദ്യത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടി. കോസ് ആൽഫ ഈസ് ഈക്വൽ ടു -12 ഡിവൈഡഡ് ബൈ മോഡ് സിയുടെ പ്ലേസിൽ റൂട്ട് 192. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ക്വസ്റ്റ്യനിൽ 192 സൈൻ സ്ക്വയർ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ 192 കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 144/192 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഈ ചേട്ടനെ നേരെ ഇങ്ങോട്ട് കൊടുത്താൽ 192 ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 144 എന്ന് കിട്ടും. പക്ഷേ നമുക്ക് കോസ് സ്ക്വയർ ആൽഫയിലല്ല ആൻസർ വേണ്ടത്, നമുക്ക് വേണ്ടത് സൈൻ സ്ക്വയർ ആൽഫയിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 192 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 144. ആൻസർ ആയല്ലോ. സോ ഇതിനകത്തുനിന്ന് ഡയറക്ട്ലി നിങ്ങൾക്ക് 192 സൈൻ സ്ക്വയർ ആൽഫയുടെ എക്സ്പ്രഷൻ യു ക്യാൻ ഒബ്ടൈൻ. ദാറ്റ് ഈസ് 192 മൈനസ് 192 സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 144. ദാറ്റ് ഈസ് 192 സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 192 മൈനസ് 144 എന്ന് പറയുമ്പോൾ എന്ത് വരും? 84. അപ്പോൾ 192 സൈൻ സ്ക്വയർ ആൽഫയുടെ ഉത്തരം വന്നിട്ട് 48. വളരെ കണ്ണിങ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ കേട്ടോ, ബുദ്ധിപരമായി ചോദിച്ചിരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ. കോസ് സ്ക്വയറിൽ കിട്ടിയാലും സൈൻ സ്ക്വയറിലേക്ക് ആക്കാം. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തുടങ്ങി കിട്ടണം, ആ ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക. ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആൽഫ. അപ്പോൾ ആൽഫയിൽ പിടിക്കണം. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ കിട്ടണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് വരുമ്പോഴേ നമുക്ക് അവിടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാര്യം ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കോസ് ആൽഫ എന്ന് പറയുന്നത് -12 മോഡ് സി. മോഡ് സി ഇല്ലാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ മോഡ് സി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ആ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് സി ഉണ്ട്, അപ്പോൾ മോഡ് സി കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ ബാക്കോട്ട് എപ്പോഴും വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പോകണം. ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെക്ടറിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പിന്നൊരു ഹരമായി മാറും. ഓക്കെ, അല്ലെങ്കിലാണ് നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കഷ്ടപ്പാടാവില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു, ദെൻ എവറിത്തിങ് വിൽ ബി ഫൈൻ. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എന്തിനോ വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്, ക്വാഡ്രാറ്റിക് ഇക്വേഷനും വെക്ടറുമായിട്ടുള്ള ഒരു ലിങ്കേജ് ക്വസ്റ്റ്യൻ. ബട്ട് ദറ്റ് ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി ആക്ച്വലി. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, the least positive integral value of alpha for which the angle between the two vector is acute. വെക്ടറും ക്വാഡ്രാറ്റിക്കും തമ്മിൽ കണക്ട് ചെയ്ത് ചോദിച്ചു എന്ന് ഞാൻ പറയുന്നത് ക്വാഡ്രാറ്റിക് ഒന്നും വേണ്ട, ജസ്റ്റ് വേവി കർവ് മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെ പറയാനുള്ളൂ. വേറെ വലിയ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല ക്വാഡ്രാറ്റിക്കിൻ്റെ കേട്ടോ. ഇത് രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ അക്യൂട്ടാണ്. രണ്ട് വെക്ടറിനിടയിലുള്ള ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. തിയറി പറയാൻ നേരത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഈ തിയറി എല്ലാം പഠിക്കണം. ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകും ഇഫ് തീറ്റ ഈസ് അക്യൂട്ട്. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടർ വിൽ ബി എന്തായിട്ട് വരും? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടർ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സോ നമുക്കിവിടെ പറയാൻ പറ്റും ഈ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടർ ഇസ് പോസിറ്റീവ്. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടർ ഈസ് greater than 0. So that is alpha I cap minus 2j cap plus 2k cap dot alpha I cap plus 2 alpha j cap minus 2k cap greater than 0. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു ഒറ്റ ഐഡിയ ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. സോ ഇവരെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആൽഫ സ്ക്വയർ മൈനസ് 4 ആൽഫ പ്ലസ് മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0. ഇവിടെയാണ് നിങ്ങൾക്ക് വേവി കർവ് മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ.
ഒരു ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റി ആണിത് ആക്ച്വലി. ഇത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ 2 ഇനീക്വാലിറ്റി ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ JEE Main പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം ഇനീക്വാലിറ്റി ഒക്കെ. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ലെസ് ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണമെങ്കിലും ആകാം കേട്ടോ. ആ വരുന്ന മാറ്റങ്ങളൊക്കെ എങ്ങനെ വരുത്തണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഈക്വൽ ടു ഇൻക്ലൂഡ് ചെയ്താൽ ക്ലോസ്ഡ് ഇൻ്റർവൽ, വെറും ലെസ് ദാൻ ഉള്ളെങ്കിൽ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇഫ് എ ലെസ് ദാൻ ബി. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ പോയി വേവിക്കറോ അപ്ലൈ ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു എ യൂണിയൻ ബി ഇൻഫിനിറ്റി ആയിരിക്കും ഇഫ് എ ഇസ് ലെസ് ദാൻ ബി. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് പറയാം. ഇത് എഴുതണമെങ്കിൽ ഇത് ലീനിയർ ആയിട്ട് ഫാക്ടറൈസ് ചെയ്ത് കിടക്കണം. സോ അപ്പോൾ ഇതിനെ ലീനിയർ ഫാക്ടറാക്കി എഴുതണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രോഡക്റ്റ് -4ഉം സമ്മ് -4ഉം വരുന്ന നമ്പർ ഇല്ല. അപ്പോൾ അതിനോണ്ട് തന്നെ നമ്മൾ ആ ആൽഫ ഏതാണെന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ആൽഫ എന്ന് പറയുന്നത് -b ± b² -4 ഇൻറ്റു എ ഇൻറ്റു സി. അപ്പോൾ 4 ഇൻറ്റു എ ഇൻറ്റു സി വരും. സോ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 4 ± 16 + 16. അപ്പോൾ 4√2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ 2 ± -2√2. √2വിൻ്റെ വാല്യൂ 1.414. അപ്പോൾ ഇവിടെ 2 ഫാക്ടേഴ്സാണ്, 2 + 2√2, 2 - 2√2. അപ്പോൾ ഇതിനെ എനിക്ക് ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റണേ. ആൽഫ -2 + √2 ഇൻറ്റു ആൽഫ -2 - √2 ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് ചെറുത്, ഇതാണ് വലുത്. അപ്പോൾ ആസ് പെർ ദിസ് പർട്ടിക്കുലർ ഇനീക്വാലിറ്റി ഇതാണ് ഇവിടെ സ്യൂട്ട് ആവുന്ന ഇനീക്വാലിറ്റി. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ആൽഫ ബിലോങ്സ് ടു -ഇൻഫിനിറ്റി ടു ഈ ചെറിയ വാല്യൂ 2 - √2. 2 - √2 എന്ന് ഇത് 2√2 ആണേ. ഞാൻ 2 എഴുതാൻ മറന്നുപോയി. ഇവിടെ 2√2. അപ്പോൾ √2 1.414 അപ്പോൾ ഇത് 2 × 1.414 എന്ന് പറയുമ്പോൾ 1.414 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2.828. അപ്പോൾ 2 + 2.828 2 - 2.828. അപ്പോൾ ഇത് മൈനസ് എന്ത് വരും? 2ൽ നിന്നും 2√2 സബ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവ് വരും. 0.828 യൂണിയൻ ഇത് വരും 2 + 2√2. 2 + 2√2 എന്ന് പറയുമ്പോൾ ബി ഇൻഫിനിറ്റി. ബി എന്ന് പറയുന്നത് വലിയ ആളാണ്, എ ആണ് ചെറുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ആൾ എഴുതിയത്. ദിസ് ഇസ് ബിയും ദിസ് ഇസ് എയും ആണ്. എന്നിട്ട് ഈ ഇനീക്വാലിറ്റി ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ ഇതിനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും 2 + 2√2 എന്ന് പറയുമ്പോൾ 4.828 ഇൻഫിനിറ്റി. ഇതിനകത്തുനിന്ന് അവർ ചോദിച്ചിരിക്കുന്നത് ആൽഫയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ. ഏറ്റവും ചെറിയ നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ -1ഉം ഏറ്റവും ചെറിയ നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, ഏറ്റവും വലിയ നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ, ഏറ്റവും വലിയ നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ -1ഉം ഏറ്റവും വലിയ പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ 4ന് അപ്പുറത്ത് കിടക്കുന്ന ഇൻറ്റീജർ 5ഉം ആണ്. ഓക്കെ, ഏറ്റവും വലിയ പോസിറ്റീവ് ഇൻറ്റീജർ അല്ല, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചത് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ. അപ്പോൾ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂ ഏതാ? 4ന് ഇപ്പുറത്ത് കിടക്കുന്ന ആൾ 5. ഇനി ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കാം, ദ ലാർജസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ. ദ ലാർജസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടത് -1 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യന് വിത്ത് റെസ്പെക്ട് ഉത്തരം കൊടുക്കുക 5 ആണ്. ഇവിടെ 1-2 പേരൊക്കെ ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കേട്ടോ. സോ ദ ആൻസർ ഇസ് 5. ഓക്കെ, 5 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ ആക്ച്വലി. ഇതൊരു NCERT ലെവലായിട്ട് കൂട്ടിയാൽ മതി, ബട്ട് ദിസ് ഇസ് എ JEE Main ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ് ദ വെക്ടേഴ്സ് വെക്ടർ A, വെക്ടർ B, വെക്ടർ C be such that mod A = 2, mod B = 4, mod C = 4. ഓക്കെ, if the projection of B on A is equal to the projection of C on A. ഞാൻ അത് വായിക്കുമ്പോൾ തന്നെ എഴുതും. പ്രൊജക്ഷൻ ഓഫ് B on A എന്ന് പറഞ്ഞാൽ B.A/mod(A) ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് C on A എന്ന് പറഞ്ഞാൽ C.A/mod(A) ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മോഡെ കട്ട് ചെയ്ത് പോയി എനിക്ക് ഇവിടെ നിന്ന് ഒരു കണ്ടീഷൻ കിട്ടി. എന്താ? P.A എന്ന് പറയുന്നത് C.A ആണ്. ഓക്കെ,
ഇനി വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും ആൻഡ് വെക്ടർ ബിയും വെക്ടർ സിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? വെക്ടർ ബി ഇസ് പെർപെൻഡിക്കുലർ ടു സി. സോ ഓൾസോ ഗിവൺ ദാറ്റ് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് പറയാൻ പറ്റും, സിൻസ് ദേ ആർ പെർപെൻഡിക്കുലർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഗിവൺ ഇൻഫർമേഷൻ. ഇനി നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി മൈനസ് സി. ഞാൻ ഇന്നത്തെ ഷുവർ ഷോട്ടിൽ എവിടെയൊക്കെയോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു വെക്ടറിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും വെച്ചുകൊണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല, പെട്ടെന്ന് സ്ക്വയർ ചെയ്യണം. then only we can apply that formula, then only we can do something on that question. ഓക്കെ, അപ്പം വെറും മോഡ് എ പ്ലസ് ബി മൈനസ് സി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് സി സ്ക്വയർ പ്ലസ് 2a ഡോട്ട് ബി എന്ന് എഴുതാം. ഫോർമുല നിങ്ങൾ വെൽ നോൺ ആയിട്ടുള്ള ഫോർമുലയാണ്, നിങ്ങൾക്കറിയാം. ആൻഡ് ഇത് നമ്മുടെ നമ്പർ തിയറിയിൽ അതേ ഫോർമുലയാണ്, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഫോർമുലയാണ്. എയും ബിയും വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് ഡോട്ട് ഇട്ടാൽ മതി ഇൻറ്റു ചെയ്യുന്നതിൻ്റെ പ്ലേസിൽ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2ab, അടുത്തത് മൈനസ് 2ac മൈനസ് 2bc. അപ്പോൾ മൈനസ് 2a ഡോട്ട് സി മൈനസ് 2b ഡോട്ട് സി. ഇതിൽ ബി ഡോട്ട് സി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇയാൾ പോയി 0 ആയി. പിന്നെയുള്ളത് അവർ പറയുന്നുണ്ട് എ ഡോട്ട് ബിയും സി ഡോട്ട് എയും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, എ ഡോട്ട് സിയും എ ഡോട്ട് ബിയും സെയിം ആണ്. അപ്പോൾ രണ്ട് ടേം വിത്ത് ഡിഫറെൻറ്റ് സൈൻ എന്ന് പറയുമ്പോൾ അതും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെയുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി മോഡ് എ തന്നിട്ടുണ്ട് 2 ആണ്, മോഡ് ബി തന്നിട്ടുണ്ട് 4 ആണ്, മോഡ് സി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 16 + 16 + 4 അപ്പോൾ 36 വരും. സോ അങ്ങ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോഡ് എ പ്ലസ് ബി മൈനസ് സിയുടെ വാല്യൂ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, പോസിറ്റീവ് സ്ക്വയർ റൂട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ വെക്ടർ, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. സോ ദ ആൻസർ ഇസ് 6. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിൾ എന്നുള്ള തരത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടു. ഈ ഒരു ഷുവർ ഷോട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ഏറ്റവും എന്താ പറയുക സിമ്പിളായിട്ട് കണ്ടിട്ടുണ്ടാവുന്നത്, അതായത് അധികം ലെങ്തി ആയിട്ടല്ലാത്ത പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സിമ്പിൾ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So if vector A and vector B are unit vectors, then the greatest value of, ഇത് അല്പം trigonometry ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. The vector is in connection with trigonometry ആണ് അവരിവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വലിയ ട്രിഗണോമെട്രി ഒന്നും അല്ല കേട്ടോ, ബേസിക് ഐഡിയ ഓഫ് ട്രിഗണോമെട്രി ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. യൂണിറ്റ് വെക്ടർ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. മോഡ് എയുടെ വാല്യൂ 1 ആണ്, മോഡ് ബിയുടെ വാല്യൂ 1 ആണ്. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ഈ എക്സ്പ്രഷൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ. നിങ്ങൾ ഈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. മോഡ് എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2a ഡോട്ട് ബി ആണ് അല്ലേ. ഈ എ ഡോട്ട് ബിയുടെ പ്ലേസിലും നമുക്ക് ഡെഫിനീഷൻ കൊടുക്കാൻ പറ്റും. ഇത് 1, ഇത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1, ഇത് 1, ഇത് 2 മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് 2 + 2 കോസ് തീറ്റ എന്ന് എഴുതും. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് എനിക്ക് മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് വളരെ വ്യക്തമായി എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 1 + കോസ് തീറ്റ. ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ട്രിഗണോമെട്രി അറിയേണ്ടത്. ഇത് √2 × √1 + കോസ് തീറ്റയാണ് മക്കളെ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയാം. 1 + കോസ് തീറ്റയുടെ ഫോർമുല നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 cos² θ/2 എന്നുള്ളതാണ്. ഓക്കെ, സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ √4 cos² θ/2 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 2 മോഡുലസ് ഓഫ് കോസ് θ/2 എന്ന് എനിക്ക് എഴുതേണ്ടി വരും. കാര്യം ഇത് √cos² θ/2 ആ. സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ മീൻസ് അതൊരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് ആസ് ഇൻ ദിസ് വേ. ഓക്കെ, എന്നോട് ആരോ പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിൻ്റെ ചോദ്യം എന്നെനിക്കറിയില്ല, കാര്യം പുറകിലേക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, ആസ്പയർ JEE എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. നിൻ്റെ ക്വയറിക്കുള്ള ഉത്തരം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് തിരക്കിലല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, സോ
2 ഇൻറ്റു മോഡ് കോസ് തീറ്റ ബൈ 2 ആണ് മോഡ് എ പ്ലസ് ബിയുടെ ഉത്തരം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മോഡ് എ മൈനസ് ബി കിട്ടും. മോഡ് എ മൈനസ് ബി നിങ്ങൾ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് കോസ് തീറ്റ ആയിരിക്കും വരണേ. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 വരും. അപ്പോൾ അവിടെ വരാൻ പോകുന്നത് 2 മോഡ് സൈൻ തീറ്റ ബൈ 2 ആയിരിക്കും. സിമിലർലി കണ്ടുപിടിച്ചാൽ വരും. ഓക്കെ, സോ അപ്പോൾ ഇത് ട്രിഗണോമെട്രിയുടെ അപ്ലിക്കേഷൻ വെച്ചാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് √3 എ പ്ലസ് മോഡ് എ പ്ലസ് ബി, ഓക്കെ, പ്ലസ് മോഡ് എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? √3 ഇൻറ്റു മോഡ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2 കോസ് തീറ്റ ബൈ 2 പ്ലസ് മോഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 മോഡ് സൈൻ തീറ്റ ബൈ 2. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 2√3 കോസ് തീറ്റ ബൈ 2 പ്ലസ് 2 മോഡുലസ് ഉണ്ട് കേട്ടോ, മോഡ് സൈൻ തീറ്റ ബൈ 2. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ പ്ലസ് സി, അല്ലെങ്കിൽ വെറും എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് √a² പ്ലസ് b² ആണ്. അറ്റ് ദ സെയിം ടൈം എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -√a² പ്ലസ് b² എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു തിയറി ഇവിടെ യൂസ് ചെയ്താൽ മതി. അതിവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആംഗിളുകൾ സെയിം ആണ്. ഇവിടെ ഒരു തീറ്റ ഇവിടെ ഒരു തീറ്റ ബൈ 2 ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള ഇതേ തീറ്റ തന്നെയാണല്ലോ ഇവിടെയും കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റയാണ്. സോ ദ മാക്സിമം വാല്യൂ ഓഫ് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് √a² പ്ലസ് b². അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a². എയുടെ പ്ലേസിൽ 2√3 ഹോൾ സ്ക്വയർ, ബിയുടെ പ്ലേസിൽ 2². ദാറ്റ് ഈസ് 4 into 3, 12 plus 4, √16, that is 4. അപ്പോൾ ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 4 ആണ്. നമ്മളിവിടെ യൂസ് ചെയ്ത തിയറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. മാക്സിമം വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് √a² പ്ലസ് b². ആൻഡ് മിനിമം എന്ന് പറയുന്നത് is nothing but minus of √a² plus b². ഓക്കെ, സോ നമ്മൾ നമ്മുടെ മെറ്റീരിയലും എല്ലാം ട്രിഗണോമെട്രി ഫോമിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ ദ ആൻസർ ഇസ് 4. ഓക്കെ, സോ കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കരുതാം. കാര്യം നമ്മുടെ ടൈം ഇസ് ഗെറ്റിംഗ് ഓവർ അല്ലേ. സോ അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നതല്ല, നമ്മുടെ ഫ്രം ദ ഓൺ എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ്. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇട്ടിരുന്നത്. നിങ്ങൾ നന്നായി തിയറി പഠിക്കുക. വളരെ കുറച്ച് തിയറി വെക്ടറിലുള്ളൂ. ആ തിയറി നന്നായി പഠിച്ച് NCERT നന്നായി ഒന്ന് വായിക്കണം. ബേസിക് നോളജ് കിട്ടണമെങ്കിൽ NCERT വായിക്കണം. എന്നിട്ട് നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസും തിയറീസും ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ തിയറിക്കപ്പുറം, നമ്മുടെ മെറ്റീരിയൽ കൊടുത്ത തിയറിക്കപ്പുറം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. മാക്സിമം തിയറി ഉണ്ട്. ബ്രില്യൻറ്റിലെ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം തിയറി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നോക്കുക, നല്ല രീതിയിൽ PYQ നോക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വരുന്ന കമ്മിങ് 2026 JEE ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടൊരു വർഷമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിട്ട് അത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ബ്രില്യൻ ഫാമിലിയുടെ ഓൺ ദി ബിഹാഫ് ഓഫ് ബ്രില്യൻ ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഷുവർ ഷോട്ട് വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ ലാസ്റ്റിൽ ആസ്പയർ JEE ചോദിച്ച ഒരു ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞോട്ടെ, അവൻ വീണ്ടും ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. സോ അവനെ കൺസിഡർ ചെയ്യാതിരിക്കാൻ വയ്യ. നിൻ്റെ അറ്റംപ്റ്റിനെ ഞാൻ ഉറപ്പായിട്ടും എന്താ പറയുക അംഗീകരിക്കുന്നു. കാര്യം ഈ ഒരു പ്രായത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ +1 +2 ഹാഫ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ യു ഗോ ഹെഡ് വിത്ത് യുവർ ആ ഒരു ഫുൾ പവർ കേട്ടോ. ഞാൻ ഇവിടെ ക്ലാസ്സിനിടയിൽ പറഞ്ഞിരുന്നു ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. സോ ഐ തിങ്ക് നിനക്ക് ആ ഒരു മാത്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നീ കീപ് പ്രാക്ടീസിങ്, കീപ് ഡൂയിങ് ക്വസ്റ്റ്യൻസ്. നീ ഇപ്പം തന്നെ ഒരു 11th 12th കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നിനക്ക് അത്യാവശ്യം നല്ല കാലിബർ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഡു മാക്സിമം ക്വസ്റ്റ്യൻസ് ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത് നന്നായി പഠിക്കുക, തിയറി നന്നായി പഠിക്കുക. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ ട്രെയിനിങ് കിട്ടിക്കോളും. നീ ഒരു 10,000-10,000 പ്രോബ്ലത്തിൽ കൂടിയെങ്കിലും കടന്നു പോകും. അപ്പോൾ നീ മാത്സിനെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.
സോ അപ്പോൾ നിനക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പിള്ളേർക്കും അല്ലേ, നമ്മുടെ JEE ആസ്പിറൻസിനെല്ലാം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Brilliant Study Center, India's #1 coaching center for NEET and JEE.